നമസ്കാരം. ഡസൻ റൈസിന്റെ ആ വാക്കുകൾ കേട്ട റോസ്ലിൻ ഒരു നിമിഷം അങ്ങനെ നിന്നു പോവുകയാണ്. അവൾ ഡസിനൊപ്പം മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് ഡസൻ അങ്ങനെ പറഞ്ഞത്. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷത്തിൽ റോസ്ലിൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എടോടോ എന്തോ ഈ പറയുന്നത്? ചക്രവർത്തിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സ്വപ്നം കാണാൻ വേറെ ആരെയും എനിക്ക് കിട്ടിയില്ലേ? ഹേയ് റോസ്ലിൻ, നീ വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഡസൻ പറഞ്ഞതും റോസ്ലിൻ ഡസനോട് പറഞ്ഞു, ഡസൻ, നിങ്ങൾ ഇത്ര മനോഹരമായിട്ട് എങ്ങനെ ഈ കള്ളമൊക്കെ പറയുന്നത്? സത്യത്തിൽ എനിക്ക് നിങ്ങളുടെ ഈ കള്ളം പറയാനുള്ള കഴിവിൽ വല്ലാത്തൊരു അസൂയ തോന്നുകയാണ്. അങ്ങനെ റോസ്ലിൻ പറഞ്ഞതും മുന്നിൽ നടക്കുകയായിരുന്ന കാർലോസ് തിരിഞ്ഞ് അവരെ വിളിച്ചു. ഏയ് എല്ലാവരും വാ, ദാ ഇതൊന്ന് നോക്കിയേ. അങ്ങനെ കാർലോസ് പറഞ്ഞതും ആ ടീം ഒന്നടങ്കം മുന്നോട്ട് നടന്നു. കാർലോസ് ഒരു വലിയ പെയിന്റിങ് പോലെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചാർട്ടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ശരിക്കും വലിയൊരു ചുവരിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെയിന്റിങ്ങിന്റെ മുന്നിലാണ് അവരെത്തിയിരിക്കുന്നത്. അത് പെയിന്റിംഗ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ശരിക്കും അതൊരു കവിതയാണ്. വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു കവിതയാണ് അവിടെ അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതങ്ങനെ ചുരുട്ടി വെക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. നിവർത്തിയിടുമ്പോൾ ആ കവിത എല്ലാവർക്കും കാണാം. ആ കവിതയിലേക്കുള്ള എല്ലാവരുടെ നോട്ടം കണ്ടതും കാർലോസ് എല്ലാവരും നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഈ കവിത ആരാണ് എഴുതിയെന്ന് അറിയാവോ? ചോദ്യം കേട്ടപ്പോ എല്ലാവരും ഒന്നുകൂടി കവിതയിലേക്ക് നോക്കി. കവിതയുടെ അടിയിൽ എഴുതിയ ആള് പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ആളുകൾ ആ പേരിലേക്ക് നോക്കുന്ന ആ നിമിഷത്തിൽ കാർലോസ് പറഞ്ഞു, ഇത് നമ്മുടെ ചക്രവർത്തി തന്നെ എഴുതിയതാണ്. ഡ്രാഗൺ മാർഷിന്റെ എംപറർ എഴുതിയ കവിതയാണ് അവിടെ അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനുഷ്യരുടെ മാനസിക അവസ്ഥയുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിമനോഹരമായി കുറിച്ചിരിക്കുന്ന ഒരു കവിതയാണ് അവിടെ അങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത്. എല്ലാവരും ചക്രവർത്തി എഴുതിയ കവിതയാണെന്ന് കേട്ടതും ആ കവിത വീണ്ടും വായിച്ചു തുടങ്ങി. അത് കേട്ടതും കാർലോസ് പറഞ്ഞു, ഈ കവിത 10 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ചക്രവർത്തി എഴുതിയത്. ചക്രവർത്തി ഇവിടെ വരുമ്പോൾ അന്ന് ഈ ഹോട്ടലിന്റെ പേര് ഫുലായി ടവർ എന്നായിരുന്നു. ചക്രവർത്തിക്ക് ഇവിടെ നിന്ന് ലഭിച്ച സ്വീകരണവും ഭക്ഷണവും ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ആ കവിത ഇവിടെ വെച്ച് എഴുതിയത്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഹോട്ടലിന്റെ പേര് എംബ്രസ് പവലിയൻ എന്നല്ല, ഫുലായി ടവർ ആയിരുന്നുവെന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഡസൻ റൈസ് റോസ്ലിനോട് പറഞ്ഞതാണ്. അതേ കാര്യമാണ് കാർലോസ് ഇപ്പൊ ആവർത്തിച്ചത്. കാർലോസ് അങ്ങനെ പറഞ്ഞതും റോസ്ലിൻ ഡസനെ ഒന്ന് നോക്കി. ഡസൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ കവിത തന്നെ നോക്കി നിൽക്കുകയാണ്. ആ കവിതയിൽ തന്നെ നോക്കി നിൽക്കുന്ന ആളുകൾ ആ കവിതയിലെ ഓരോ വരികളും വായിച്ച് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് അങ്ങനെ രസിച്ച് നിൽക്കുമ്പോൾ കാർലോസിന്റെ കൂട്ടത്തിലെ ഒരു ഡോക്ടർ കവിതയുടെ മുന്നിൽ നിൽക്കുന്ന ഹോട്ടൽ ജീവനക്കാരനോട് ചോദിച്ചു, ഏയ് ഇതെന്താ ഇങ്ങനെ, എന്തുപറ്റി? അല്ല, ഈ കവിതയുടെ അടിയിൽ ചക്രവർത്തിക്ക് പുറമെ മറ്റൊരാൾ കൂടി ഒപ്പിട്ടിരിക്കുകയാണല്ലോ. അത് കേട്ടതും ആ ഹോട്ടലിന്റെ അസിസ്റ്റന്റ് മാനേജർ ശരിക്കും ഒന്ന് ചിരിച്ചു. ഹേയ്, നിങ്ങൾ ഒരു മിടുക്കനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് അസിസ്റ്റന്റ് മാനേജർ കാർലോസിന്റെ കൂടെയുള്ള ആളുകളേക്ക് നോക്കി അവരോടായി പറഞ്ഞു, സത്യത്തിൽ ഈ കവിതയ്ക്ക് 2 ആളുകൾ അവകാശികളാണ്. 2 ആളുകൾ അവകാശികളെന്നോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ കവിതയുടെ വരികൾ ചക്രവർത്തിയുടെ ആണെങ്കിലും നിങ്ങൾ ഈ കാണുന്ന ശൈലിയിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്. അവിടെ ആ ചുവരിൽ ഒരു കലണ്ടർ പോലെ തൂക്കിയിട്ടിരിക്കുന്ന കവിത ആളുകളുടെ ശ്രദ്ധയിൽ പതിയാനുള്ള പ്രധാന കാരണം ആ അക്ഷരങ്ങളാണ്. ശരിക്കും മനോഹരമായ ഒരു പെയിന്റിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന അക്ഷരങ്ങളാണ് ആ ചുവരിൽ നമ്മൾ കാണുന്നത്. ആ അക്ഷരങ്ങൾ കാണുന്ന ആരും ഒന്ന് വാ പൊളിച്ചു പോകും. ഇത്ര മനോഹരമായി ഒരാൾക്ക് എഴുതാൻ കഴിയുമോ? ആ ചോദ്യമാണ് ആദ്യം അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലെ മനോഹരമായി അവിടെ ആ കവിത കോറിയിട്ടിരിക്കുകയാണ്. ആളുകൾ അമ്പരപ്പോടെ ആ കവിതയിലേക്ക് നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. അതെ അതെ, എന്ത് മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഇത്ര നന്നായിട്ട് ആർക്കാ എഴുതാൻ കഴിയുക? അങ്ങനെയുള്ള കമന്റ്സ് ഇഷ്ടംപോലെ വന്നതും ആ ഹോട്ടലിലെ അസിസ്റ്റന്റ് മാനേജർ അവരോട് പറഞ്ഞു, ഇത് എഴുതിയത് ചക്രവർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. ചക്രവർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്നോ? അദ്ദേഹം രാജവംശത്തിലെ ആളാണോ? അദ്ദേഹം രാജവംശത്തിലെ ആളാണോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം. അദ്ദേഹം ആരല്ല എന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ഒരു കഥ പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അസിസ്റ്റന്റ് മാനേജറുടെ ആ വാചകം ശരിക്കും ഒരു ക്യൂരിയോസിറ്റി അവിടെ ഉണ്ടാക്കുകയാണ്. ആളുകൾ കൗതുകത്തോടെ അറിയാനുള്ള താല്പര്യത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയതും അദ്ദേഹം പറഞ്ഞു, ഇത് എഴുതിയത് വെസ്റ്റ് ലുക്കോസിയുടെ കിരീടാവകാശി കിരിൻ ലോഗൻ റൈസ് ആണ്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്റ്റോണിയിൽ എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു അസാധ്യ ജീനിയസ് ഉണ്ടായിരുന്നു. ആ ജീനിയസിനെയാണ് ആളുകൾ കിരൺ എന്നും ലോഗൻ റൈസ് എന്നൊക്കെ വിളിക്കുക. ആ കിരൺ എന്ന ലോഗൻ റൈസ് ചക്രവർത്തിക്കൊപ്പം അവിടെ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചക്രവർത്തി പറഞ്ഞ കവിത ലോഗൻ റൈസ് ആ ഷീറ്റിലേക്ക് എഴുതി ചേർത്തത്. അസിസ്റ്റന്റ് മാനേജർ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ആളുകൾ ശരിക്കും ആഹ്ലാദത്തോടു കൂടി ആ ചാർട്ടിന്റെ അടുത്ത് നിന്ന് സെൽഫി എടുത്തു തുടങ്ങി. ശരിക്കും
ആ ചാർട്ടിന്റെ മഹത്വം മനസ്സിലായി അവർ അതിന്റെ ഫോട്ടോ എടുക്കുകയാണ്. ചക്രവർത്തിയും ലോഗൻ റൈസും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ഒരു അപൂർവ നിമിഷം. അത് മിസ്സാക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി സെൽഫി എടുക്കപ്പെട്ടു. ഡസൻ റൈസ് ഒഴിച്ചുള്ള ആളുകളൊക്കെ ആ സെൽഫി എടുക്കുന്ന പ്രക്രിയയിൽ സജീവമായതും റോസ്ലിൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസൻ നിങ്ങൾ എടുക്കുന്നില്ലേ? ഞാൻ എടുക്കുന്നില്ല. അത് മാത്രമല്ല, ആ എഴുത്ത് അത്ര മെച്ചുവർ ആയിട്ടുള്ള ഒരു എഴുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞതും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ വളരെ അമ്പരപ്പോടെ ഡസ്റ്റിൻ നോക്കിയാണ്. ചെറുപ്പക്കാരാ, നിങ്ങൾ എന്തായി പറയുന്നത്? അത് സാക്ഷാൽ കിരൺ ലോഗൻ റൈസ് എഴുതിയതാണ്. അത് മോശമാണെന്നോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ടത്ര മെച്ചൂരിറ്റി ആ എഴുത്തിൽ ഇല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഡസ്റ്റിൻ, നിങ്ങൾ ആരെ അപമാനിക്കുന്ന അറിയാവോ? ലോഗൻ റൈസിന്റെ എഴുത്ത് മോശമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? റോസ്ലിൻ വല്ലാത്ത ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അവളുടെ മനസ്സിലെ ഒരു ആരാധ്യ പുരുഷനായിരുന്നു ആ കാലഘട്ടത്തിൽ ലോഗൻ റൈസ്. ലോഗൻ റൈസിനെ കുറിച്ചുള്ള കഥകൾ അവൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ അവരുടെ ഭർത്താവായി ആദ്യം കടന്നു വരുന്ന രൂപം ലോഗൻ റൈസിന്റെ രൂപമാണ്. ആ ലോഗൻ റൈസിന്റെ ആ മനോഹരമായ എഴുത്ത് മോശമാണെന്ന് പറഞ്ഞാൽ റോസ്ലിൻ എങ്ങനെ സഹിക്കുക? റോസ്ലിൻ ഡസ്റ്റിനോട് അങ്ങനെ തട്ടിക്കയറുകയാണ്. സംഭവം കൈവിട്ടു പോവുകയാണെന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് ആ ഹോട്ടലിന്റെ മാനേജർ അങ്ങോട്ട് വന്നത്. മാനേജർ കാർലോസിനെ കണ്ടു. മിസ്റ്റർ കാർലോസ്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? വാ, മുകളിലേക്ക് വാ. മാനേജർ റൈസ്വാൻ കാർലോസിനെ മുകളിലേക്ക് വിളിച്ചതും കാർലോസ് കൂടുതൽ ആളുകളെ കൊണ്ട് നേരെ മുകളിലേക്ക് കയറി. മുകളിൽ അവരെത്തുമ്പോൾ അവിടെ ഒത്തിരിയേറെ ആളുകളുണ്ട്. അനവധി ടേബിളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ റൈസ്വാനെ വിളിച്ച് കാർലോസ് കാര്യങ്ങൾ പറഞ്ഞിരുന്നതുകൊണ്ട് എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൈസ്വാൻ കാണിച്ചു കൊടുത്ത ഭാഗത്ത് കാർലോസും കൂടുതലുള്ള ടീമംഗങ്ങളും ഒക്കെ അങ്ങനെ ഇരുന്നതും ഒരു സുന്ദരി ഓടി റോസ്ലിൻ അടുത്തേക്ക് വന്നു. ബ്യൂട്ടി, റോസ്ലിൻ, നീ എന്താ ഇവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഒരു ലേഡി അങ്ങോട്ട് കടന്നു വന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് റോസ്ലിൻ തിരിയുമ്പോൾ അവൾ കാണുന്നത് സുന്ദരിയായ ഹെയ്സൽ ലാങ്ഫോർഡിനെയാണ്. ഹെയ്സലിനെ കണ്ടതും റോസ്ലിന്റെ മുഖം ഒന്ന് മങ്ങി. ഹെയ്സൽ റോസ്ലിന് അടുത്തെത്തി റോസ്ലിനോട് പറഞ്ഞു, റോസ്ലിൻ, ബ്യൂട്ടി, നീ എന്താ ഇവിടെ എത്തിയെന്നാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്താ ഹെയ്സൽ, എനിക്കിവിടെ വന്നൂടെ? വന്നുകൂടെ എന്ന് ചോദിച്ചാൽ നിന്നെപ്പോലുള്ള ഒരാൾക്ക് എങ്ങനെയാ ഇവിടേക്കൊക്കെ പ്രവേശനം കിട്ടുക? അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഹെയ്സൽ, നീ അധികം ആളാവരുതേ. റോസ്ലിൻ, നീ ചൂടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇവിടെ വരുന്ന ആളുകളൊക്കെ VIP കളാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നീ എങ്ങനെ ഇവിടെ വന്നു എന്നാണ് എന്റെ ചോദ്യം. വീണ്ടും റോസ്ലിനെ ചൊടിപ്പിക്കുന്ന ശൈലിയിൽ ഹെയ്സൽ അങ്ങനെ പറഞ്ഞതും കാർലോസ് ഹെയ്സൽ എന്ന് വിളിച്ചു. ഹെയ്സൽ, എന്താ ഇത്? അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹെയ്സൽ കാർലോസിനെ കാണുന്നത്. കാർലോസ്, നിങ്ങളുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ എനിക്ക് അത് മനസ്സിലായി. കാർലോസ് ഇടപെടാതെ റോസ്ലിൻ ഇവിടേക്ക് വരാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാം. ഓക്കെ. റോസ്ലിൻ, പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? റോസ്ലിനെ വിടാതെ പിടികൂടുകയാണ് ഹെയ്സൽ. ഹെയ്സൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റോസ്ലിനെ കളിയാക്കി തുടങ്ങിയാണ്. പതുക്കെ അവർ തമ്മിലുള്ള സംഭാഷണം ഒരു ബെറ്റിലേക്ക് നീങ്ങി. അവർ രണ്ടുപേരും കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ശത്രുക്കളാണെന്ന് വേണമെങ്കിൽ പറയാം. സൗന്ദര്യത്തിലും ബുദ്ധിയിലും മാത്രമല്ല, മറ്റ് അനവധി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും റോസ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ കോളേജിനെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിലൊക്കെ റോസ്ലിൻ വിജയിക്കാറുണ്ടായിരുന്നു. റോസ്ലിന് തക്ക എതിരാളിയായി മാറണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഹെയ്സൽ. ഹെയ്സലിന് പലപ്പോഴും അതിന് പറ്റില്ല. അന്ന് മുതലേ അവർ തമ്മിലൊരു ഉരസലുണ്ട്. റോസ്ലിന്റെ ഗ്രാൻഡ്വുഡ് കുടുംബത്തെക്കാൾ അനവധി പടി മുകളിൽ നിൽക്കും ഹെയ്സലിന്റെ ലാങ്ഫോർഡ് കുടുംബം. ആ കുടുംബ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മേന്മയിൽ റോസ്ലിനെ അടിച്ചു താഴ്ത്താൻ എപ്പോഴും ഹെയ്സൽ അതുകൊണ്ട് തന്നെ ഒരു ശ്രമം നടത്തും. റോസ്ലിനാണെങ്കിൽ മത്സരങ്ങളിൽ ഹെയ്സലിനെ കൃത്യമായി പരാജയപ്പെടുത്തുകയും ചെയ്യും. ആ യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിന് ശേഷം വീണ്ടും അവർ കണ്ടുമുട്ടിയപ്പോൾ പഴയ മത്സരം അവരിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. ഹെയ്സലും റോസ്ലിനും അങ്ങനെ കൊമ്പ് കോർക്കുന്ന സമയത്ത് മാനേജറുടെ ഒരു അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങി. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ എംബ്രേസ് പവലിയനിലേക്ക് എത്തിയത് ആ വിശേഷം അറിഞ്ഞതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അങ്ങനെ മാനേജർ പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ ആ നിമിഷം മാനേജറുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അയാളുടെ കോളർ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോർഡ്ലെസ് മൈക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് അയാൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ മാസത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ആളിന് ഞങ്ങൾ മനോഹരമായ സമ്മാനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കറിയാം ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാണെന്ന്. എല്ലാവരെയും ഞാൻ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനേജർ അങ്ങനെ പറഞ്ഞതും ഹെയ്സൽ റോസ്ലിനോട് പറഞ്ഞു, റോസ്ലിൻ, ഇന്നത്തെ മത്സരത്തിൽ
നിനക്ക് എന്നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിജയെ അംഗീകരിക്കാം. റോസലിനോട് ഹെയ്സൽ അത് പറഞ്ഞതും റോസലിന്റെ ആ മത്സര ആവേശം അങ്ങ് വർദ്ധിക്കുകയാണ്. അവൾ ഹെയ്സലുമായി ഏറ്റുമുട്ടിയപ്പോഴൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ. ഹെയ്സൽ, നിന്റെ ബെറ്റ് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനിന്ന് നിന്നെ പരാജയപ്പെടുത്തും. റോസലിൻ, മത്സരമാകുമ്പോ അതിനൊരു ബെറ്റ് വേണ്ടേ? ഹെയ്സൽ, നീ പറ എന്താണ് ബെറ്റെന്ന്. റോസലിൻ, ബെറ്റ് വെക്കാൻ നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള ഒന്നുമില്ല എന്ന് എനിക്ക് അറിയാം. ഇപ്പൊ എന്താ ബെറ്റ് വെക്കുക? ഒരു കാര്യം ചെയ്യ്, നിന്റെ ആ ക്ലിനിക്ക് ബെറ്റ് വെക്കാം. റോസലിന്റെ മുത്തച്ഛൻ എലിജോ സ്ഥാപിച്ചിരിക്കുന്ന ഹീൽവെൽ ക്ലിനിക്കിനെ ബെറ്റ് വെച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഹെയ്സൽ റോസ്വെലിനോട് പറഞ്ഞത് സ്വാഭാവികമായി കാർലോസും ഡോക്ടർ എലിജോയൊക്കെ കേട്ടു. അത് കേട്ടതും എലിജോ പറഞ്ഞു, അതൊന്നും വേണ്ട, ഹീൽവെൽ ക്ലിനിക്കിനെ ജാമ്യം വെച്ച് ഒരു മത്സരവും വേണ്ട. എലിജോ അത് പറഞ്ഞതും ഹെയ്സൽ റോസ്വെലിനോട് പറഞ്ഞു, നോക്ക് റോസ്വെൽ, നിന്റെ മുത്തശ്ശനെ നീ പരാജയപ്പെടുന്നു ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ ബെറ്റ് വേണ്ടെന്ന് പറയുന്നത്. റോസ്വെലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹെയ്സൽ അങ്ങനെ കൂടി പറഞ്ഞതും റോസ്വെൽ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, നീ അങ്ങനെ അങ്ങ് പറയാതെ ഞാൻ ബെറ്റ് അംഗീകരിക്കുന്നു. ഹീൽവെൽ ക്ലിനിക്ക് ബെറ്റ് വെച്ചുകൊണ്ട് ഹെയ്സലുമായി മത്സരിക്കാമെന്ന് റോസ്വെൽ ഗ്രാൻഡ്വുഡ് പറഞ്ഞതും എലിജോയും കാർലോസും ആ ക്ലിനിക്കിലെ ബാക്കി ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ഹീൽവെൽ ക്ലിനിക് അവരുടെയൊക്കെ ജീവന്റെ ഭാഗമായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെയാണ് ഇത് എലിജോയുടെ ചെറുമകൾ റോസ്വെൽ ബെറ്റിനായി ഉപയോഗിക്കുന്നത്. റോസ്വെൽ, മോളെ നീ എന്തായി ചെയ്യുന്നത്? ഗ്രാൻഡ്പ പേടിക്കണ്ട, ഇവിടെ എന്തു മത്സരം നടന്നാലും എന്നെ തോപ്പിക്കാൻ ഹെയ്സലിന് പറ്റത്തില്ല. ഗ്രാൻഡ്പയ്ക്ക് അറിഞ്ഞൂടെ, യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ ഇവള് എന്നോട് എത്ര തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഇവളെ ഞാൻ പരാജയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. റോസ്വെൽ, അത് ശരിയാകത്തില്ല. നീ അന്ന് വിജയിച്ചു പരാജയപ്പെട്ടൊന്നും അല്ല എന്റെ വിഷയം. നമ്മുടെ ക്ലിനിക്കിന് പണയം വെച്ച് ഒരു മത്സരവും വേണ്ട. റോസലിന് എന്തൊക്കെ പറഞ്ഞിട്ടും എലിജോ സമ്മതിക്കുന്നില്ല. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന കാർലോസിനോടായി റോസലിൻ പറഞ്ഞു, ബിഗ് ബ്രദറിനെ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ? ബ്രദറിന് അറിയാമല്ലോ, എല്ലാ സാഹിത്യ മത്സരങ്ങളിലും ഞാനാണ് വിജയിക്കുന്നതെന്ന്. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ സാഹിത്യ മത്സരങ്ങളിലും വിജയം റോസലിനായിരുന്നു എന്നുള്ള കാര്യം കാർലോസിന് അറിയാം. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റോസലിൻ കാർലോസിനോട് അങ്ങനെ പറഞ്ഞത്. കാർലോസിനോട് റോസലിൻ അങ്ങനെ പറഞ്ഞതും കാർലോസ് എലിജോട് പറഞ്ഞു, ഗ്രാൻഡ്പ, റോസലിൻ ആളെ മിടുക്കിയാണ്, റോസലിൻ പരാജയപ്പെടുത്തുന്നില്ല. കാർലോസ് അങ്ങനെ പറഞ്ഞതും മാനേജറുടെ അനൗൺസ്മെന്റ് മുഴങ്ങി. ഇന്നത്തെ മത്സരം റിഡിൽസ് ബേസ് ചെയ്താണ്. ഒന്നോ രണ്ടോ വരികളിലുള്ള ഒരു കാര്യം അവതരിപ്പിക്കും. ആ വരികൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായി ആർക്ക് വേണമെങ്കിലും പറയാം. അങ്ങനെ പറഞ്ഞാൽ അവർ വിജയിയാകും. ഇന്നത്തെ മത്സരം കടങ്കഥകൾ ബേസ് ചെയ്തായിരിക്കുമെന്ന് മാനേജർ പറഞ്ഞതും കാർലോസ് റോസലിനോട് പറഞ്ഞു, റോസലിൻ, ഇത് പ്രശ്നമാവുമല്ലോ. കടങ്കഥ നിനക്ക് അറിയാമോ? ബ്രദർ, അതെന്ത് ചോദ്യമാണ്? കടങ്കഥയൊക്കെ ചെറിയ സംഭവങ്ങളല്ലേ. ഞാൻ ഇതിനേക്കാൾ ഏറെ വലിയ സംഭവങ്ങളല്ലേ വിജയിക്കുക. ശരിക്കും കവിത എഴുത്തും കവിത ആലാപനവും ചിത്രം വരയും എന്ന് വേണ്ട എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് സാക്ഷാൽ റോസലിൻ ഗ്രാൻഡ്വുഡ്. കടങ്കഥ ഒരു ചെറിയ സംഭവമാണ് അവളെ സംബന്ധിച്ചിടത്തോളം. റോസലിൻ ആത്മവിശ്വാസത്തോടെ അങ്ങനെ പറഞ്ഞതും കാർലോസ് ഡോക്ടർ എലീജോട് പറഞ്ഞു, ഗ്രാൻഡ്പ, നമുക്ക് റോസലിനെ വിശ്വസിക്കാം. അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യമാണ് ഈ കടങ്കഥ എന്ന് പറയുന്നത്. റോസലിന് വേണ്ടി കാർലോസ് അങ്ങനെ റെക്കമെൻഡ് ചെയ്തതും മറ്റ് ഡോക്ടേഴ്സും ഒക്കെ ഡോക്ടർ എലീജിയോട് റോസലിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. എല്ലാവരും കൂടി റെക്കമെൻഡ് ചെയ്തപ്പോൾ മനസ്സോടെ എലിജോ സമ്മതിച്ചു. റോസലിൻ മത്സരത്തിന് റെഡിയാണെന്ന് കേട്ടതും ഹെയ്സൽ ഒരിക്കൽ കൂടി ആ ബെറ്റ് ഉറപ്പിച്ചു. റോസലിൻ, അപ്പോ നീ തോറ്റാൽ നിന്റെ ഹീൽവെൽ ക്ലിനിക്ക് എനിക്ക് സ്വന്തമാണ്. അങ്ങനെ ഹെയ്സൽ പറഞ്ഞതും മാനേജറുടെ അനൗൺസ്മെന്റ് പിന്നെയും മുഴങ്ങുകയാണ്. ഇന്നത്തെ മത്സരത്തിന്റെ വിജയിക്കുള്ള സമ്മാനം ഞാനിവിടെ ആദ്യം അവതരിപ്പിക്കാം. എല്ലാ ആളുകളും ആകാംക്ഷയോട് കൂടി ആ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ അകത്ത് നിന്ന് ഒരാൾ ഏകദേശം ഒരു 1.5 മീറ്റർ പൊക്കവും 3/4 മീറ്റർ വീതിയുമുള്ള വലിയൊരു പെട്ടി അവിടെ കൊണ്ടുവന്നു. അധികം കനമൊന്നുമില്ലാത്ത പെട്ടിയാണ്. വലിയ വെയിറ്റ് ഒന്നും ആ പെട്ടിക്കില്ല എന്ന് ആ പെട്ടി കൊണ്ടുവരുന്ന രീതി കാണുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവും. ആ പെട്ടി സ്റ്റേജിലുള്ള മേശപ്പുറത്ത് കുത്തനങ്ങ് വെച്ചു. ഒരു വയലിൻ കുത്തനെ വെക്കുന്നത് പോലെ ആ മേശപ്പുറത്ത് ആ പെട്ടി എങ്ങനെ വെച്ചു. എല്ലാവരും ആകാംക്ഷയോട് കൂടി ആ ബോക്സിലേക്ക് നോക്കിയതും മാനേജർ ബോക്സിന്റെ ആ 2 കൊളുത്തുകൾ ഇളക്കി. ആ കൊളുത്തുകൾ ഇളക്കിയ മാനേജർ ആ ബോക്സ് താഴേക്ക് വെച്ചിട്ട് ആ ബോക്സിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവിടെ കുത്തനെ ചാരി വെച്ചു. ആ ഫോട്ടോ ആ സ്റ്റേജിൽ അങ്ങനെ ചാരി വെച്ച നിമിഷത്തിൽ ആ ഓഡിയൻസിന്റെ മുഴുവൻ ശ്വാസം ഏതാണ്ട് നിലച്ചു പോവുകയാണ്. ശരിക്കും മനോഹരമായ ഒരു പെയിന്റിംഗ് ആണ് അവിടെ കാണുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള
ഫ്രെയിമിൽ തീർത്തിരിക്കുന്ന ഒരു തടി കൊണ്ടുള്ള ഫ്രെയിമിനകത്ത് അതിമനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് വിസിബിൾ ആകുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും ഒരു താഴ്വാരയും, ആ താഴ്വാരയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീയും, ഇതാണ് ആ ചിത്രത്തിലുള്ളത്. ഒരു വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രീ നേരെ എതിരെ കാണുന്ന മഞ്ഞ് വീണ ആ താഴ്വാരയിലേക്കും മലയിലേക്കും നോക്കുന്നതായിട്ടാണ് ആ ചിത്രം വരയ്ക്കപ്പെട്ടിരിക്കുന്നത്. മലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ ഈ വലത് ഭാഗമാണ് കൃത്യമായും ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അവരുടെ പുറകുവശത്തുള്ള സീനുകളും മുൻഭാഗത്തുള്ള സീനുകളും മലകളും മഞ്ഞ് വീണ് കിടക്കുന്ന ചെടികളും ഒക്കെ വളരെ മനോഹരമായി അതിനകത്ത് വരച്ചു ചേർത്തിരിക്കുകയാണ്. മഞ്ഞ് തരികൾ ചെറിയ ചെടികളുടെ ഇലകളിൽ വീണ് ചെറിയ ചെറിയ തരികളായി പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ അതിസൂക്ഷ്മമായി വരച്ചെടുത്തിട്ടുണ്ട്. ആ സ്ത്രീയുടെ മനോഹരമായ തലമുടിയിൽ ചെറിയ തോതിൽ മഞ്ഞൻ കണങ്ങൾ കാറ്റത്ത് പറന്നു വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വരച്ചു ചേർത്തിരിക്കുകയാണ്. ശരിക്കും ആരും നോക്കി നിന്നു പോകുന്ന മനോഹരമായ ഒരു പെയിന്റിംഗ്. ആ ചിത്രം കണ്ട് കാർലോസ് ഉൾപ്പെടെ സകല ആളുകളും വാ പൊളിച്ച് നിൽക്കുകയാണ്. ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകളോടായി മാനേജർ ചോദിച്ചു, ഇത് ആര് വരച്ച ചിത്രമാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അത് കേട്ടതും ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ റൈസ്വാൻ, ഇത് അലക്സാണ്ടർ ഫെലിക്സിന്റെ ചിത്രമല്ലേ? ലോക പ്രശസ്തനായ ചിത്രകാരൻ അലക്സാണ്ടർ ഫെലിക്സിന്റെ പെയിന്റിംഗ് അല്ലേ എന്ന് ഒരു മനുഷ്യൻ ചോദിച്ചതും സകല ആളുകളുടെ ആവശ്യവും ആ ചോദ്യത്തിനൊപ്പം ഉയരുകയാണ്. അലക്സാണ്ടർ ഫെലിക്സിന്റെ ചിത്രമാണ് സമ്മാനം കിട്ടാൻ പോകുന്നത്. അലക്സാണ്ടർ ഫെലിക്സ് ആണ് ആ ചിത്രം വരച്ചെന്ന് കേട്ടോടുകൂടി ഇപ്പോ ജനത്തിന് ആവശ്യങ്ങൾ കൂടിയിരിക്കുകയാണ്. ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ആളുകൾ പലതരത്തിലുള്ള കമന്റുകൾ പറഞ്ഞു തുടങ്ങി. കമന്റുകളൊക്കെയും ആ മഞ്ഞുമലയിലേക്ക് നോക്കിയിരിക്കുന്ന ആ സ്ത്രീയെ കുറിച്ചാണ്. ആ ചിത്രത്തിൽ കാണുന്ന ഒരു സുന്ദരി സത്യത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ? ഒരാളുടെ ചോദ്യത്തിന് അടുത്തൊരു നാള് മറുപടി പറയുകയാണ്, ഏയ് അത് സംഭവിക്കത്തില്ല, ഇത് അലക്സാണ്ടർ ഫെലിക്സ് സൃഷ്ടിച്ച സുന്ദരിയാണ്, ഇങ്ങനൊരു സുന്ദരി എന്തായാലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. റോസ്ലിനും ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. റോസ്ലിൻ ഒരു സുന്ദരിയാണ്. അവൾ സുന്ദരിയാണെന്നുള്ള കാര്യം അവൾക്ക് അറിയുകയും ചെയ്യും. പക്ഷേ ആ ചിത്രത്തിൽ കണ്ട സുന്ദരിയുമായി അവൾക്ക് കമ്പാരിസൺ പോലും പറ്റില്ല. സകലരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്ന സൗന്ദര്യമാണ് ആ ചിത്രത്തിലെ ആ സ്ത്രീക്കുള്ളത്. ആ ചിത്രത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ മാനേജർ റൈസ്വാനോട് ചോദിച്ചു, മിസ്റ്റർ റൈസ്വാൻ, ഈ ഫെലിക്സ് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചിത്രവും ഹലോ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ തല കൊണ്ട് ചിന്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്. ഈ ചിത്രം യഥാർത്ഥത്തിലുള്ള ചിത്രം തന്നെയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. റൈസ്വാൻ അങ്ങനെ പറഞ്ഞതും സകലരുടെ കണ്ണുകൾ വിടർന്നു വരികയാണ്. റൈസ്വാൻ പറഞ്ഞ വാചകം ആളുകളുടെ മനസ്സിൽ അങ്ങനെ തറച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണുന്ന എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നാണ് റൈസ്വാൻ പറഞ്ഞത്. എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന ആ സ്ത്രീയും അതുപോലെ തന്നെ ഉണ്ടെന്നല്ലേ മിസ് റൈസ്വാൻ നിങ്ങൾ പറയുന്നത്? അതെ, നിങ്ങൾ എല്ലാവരും നോക്കുന്നത് ആ സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സ്ത്രീ ജീവനുള്ള സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീയെ പക്ഷേ നിങ്ങൾ അറിയും. അതാരാണെന്ന് അറിയാവോ? ഇതാണ് ഡ്രാഗൺ മാർഷിലെ നമ്പർ 1 ബ്യൂട്ടി മാർഗരറ്റ്. ഡ്രാഗൺ മാർഷിലെ നമ്പർ 1 ബ്യൂട്ടിയാണ് മാർഗരറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മാർഗരറ്റിന്റെ പേര് പത്രങ്ങളിൽ വാർത്തയായി വന്നത്. പക്ഷെ മാർഗരറ്റിന്റെ ഫോട്ടോ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ആ കാര്യം അറിയാം, നമ്പർ 1 ബ്യൂട്ടി മാർഗരറ്റ് ആണെന്ന്. പക്ഷെ മാർഗരറ്റ് ആരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ആർക്കും അറിയത്തില്ല. മാർഗരറ്റ് ആണ് നമ്പർ 1 ബ്യൂട്ടി എന്നും ആ മാർഗരറ്റ് തന്നെയാണ് ലോകത്തെ നമ്പർ 1 എന്നും എല്ലാവർക്കും അറിയാം. ലോക സുന്ദരിയാണ് മാർഗരറ്റ്. ആ ലോക സുന്ദരിയുടെ ചിത്രമാണ് ഇത്. അവിടെ അലക്സാണ്ടർ ഫെലിക്സ് എന്ന വിശ്വവിഖ്യാതനായ ചിത്രകാരൻ അയാളുടെ ക്യാൻവാസിൽ വരച്ചിട്ടിരിക്കുന്നത്. മാർഗരറ്റിന്റെ ചിത്രമാണെന്ന് കേട്ടതും കാർലോസിന്റെ കണ്ണുകൾ ഇങ്ങനെ തള്ളി വരികയാണ്. കാർലോസിന്റെ കണ്ണുകൾ അങ്ങനെ തള്ളി വരുന്നത് അടുത്ത് നിൽക്കുന്ന റോസ്ലിൻ കണ്ടു. റോസ്ലിൻ കാർലോസിനോട് പറഞ്ഞു, ബ്രദർ, ഞാൻ വിജയിക്കും. ഈ ചിത്രം ഉറപ്പായും ഞാൻ ബ്രദറിന് തരും. കാർലോസിന് ആ ചിത്രത്തിലെ സുന്ദരിയോട് തോന്നുന്ന ഇഷ്ടം റോസ്ലിന് ആ നിമിഷം തന്നെ മനസ്സിലായത് കൊണ്ടാണ് റോസ്ലിൻ അങ്ങനെ ഒരു ഓഫർ വെച്ചത്. റോസ്ലിൻ അത് പറഞ്ഞതും കാർലോസിന്റെ സന്തോഷം ഇരട്ടിക്കുകയാണ്. കാർലോസ് സന്തോഷത്തോടെ റോസ്ലിനോട് പറഞ്ഞു, റോസ്ലിൻ, എനിക്കറിയാം നീ വിജയിക്കുമെന്ന്. മത്സരം ആരംഭിക്കാനുള്ള ബെല്ല് മുഴങ്ങിയതും ആളുകളൊക്കെ മത്സരത്തിലേക്ക് കടന്നു. മാനേജർ നിൽക്കുന്ന ഭാഗത്ത് ഒരു ബോക്സ് കൊണ്ടുവന്നു. ആ ബോക്സ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചതും മാനേജർ ആളുകളോട് പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് കടങ്കഥകൾ എഴുതിയിട്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ നിന്ന് ഓരോ കടങ്കഥയായിട്ട് എടുക്കും. ആ കടങ്കഥയുടെ ഉത്തരം ആരാണോ കൃത്യമായി പറയുന്നത് അവർക്കായിരിക്കും ഒരു പോയിന്റ്. അത് കേട്ടതും ആളുകളൊക്കെ റെഡിയായി. മാനേജർ ആ ബോക്സിനകത്ത് നിന്ന് ഒരു ചുരുൾ പുറത്തെടുത്തു. അയാളുടെ ചുരുൾ നിവർത്തി. അതിനുശേഷം ആ ചുരുൾ കണ്ട കാര്യം ഓഡിയൻസിനോടായി പറഞ്ഞു.
ആ കടങ്കഥയുടെ ഉത്തരം ആദ്യം പറയാനുള്ള ഒരുക്കത്തിലാണ് ഓരോ ടീമും. ആ റെസ്റ്റോറൻറ്റിൽ അനവധി ടേബിളുകളിലായി ഒരുപാട് ടീമുകളുണ്ട്. കടങ്കഥ കേട്ടതും ആ ടീമുകൾ പരസ്പരം ആലോചിക്കുകയാണ് എന്ത് ഉത്തരമാണ് പറയേണ്ടത്. പെട്ടെന്ന് റോസ്ലിൻ കാർലോസിനോട് ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരത്തിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കാർലോസ് ചോദിച്ചതും റോസ്ലിൻ ആ കാര്യവും പറഞ്ഞു. അത് കേട്ടപ്പോ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഡസൻ ഒന്ന് ചിരിച്ചു. ഹേയ് ഡസൻ, നിങ്ങളെന്താ ചിരിച്ചത്? അല്ല, നീ പറഞ്ഞ മണ്ട ഉത്തരം കേട്ടപ്പോൾ ചിരിച്ചു പോയതാണ്. ഡസൻ, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. ഇവിടെ നടക്കുന്നത് കടങ്കഥ മത്സരമാണ്. ഇതിനെക്കുറിച്ച് വല്ലതും നിങ്ങൾക്ക് അറിവുണ്ടോ? റോസ്ലിൻ ഏതാണ്ട് തട്ടിക്കേറി അങ്ങനെ ഡസനോട് പറഞ്ഞതും കാർലോസ് ഡസനോട് ചോദിച്ചു, ഡസന്റെ ഉത്തരം എന്താണ്? അത് കേട്ടതും ഡസൻ അയാളുടെ ഉത്തരം പറഞ്ഞു. പൂർണ്ണചന്ദ്രൻ പൊക്കമുള്ള മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു എന്നതാണ് കടങ്കഥ. അതിന് റോസ്ലിൻ നൽകിയ ഉത്തരം ഷാഡോ എന്നാണ്, നിഴലെന്നാണ്. ഡസൻ നൽകിയ ഉത്തരം ഹിഡൻ എന്നാണ്. ഒളിക്കുന്നു എന്ന പദമാണ് അവിടെ പ്രാധാന്യമുള്ളതെന്നാണ് ഡസന്റെ അഭിപ്രായം. എന്നാൽ നിഴലിനാണ് പ്രാധാന്യമെന്നാണ് റോസ്ലിന്റെ അഭിപ്രായം. ആ രണ്ട് അഭിപ്രായങ്ങളും കേട്ട കാർലോസ് റോസ്ലിനെ നോക്കിയതും റോസ്ലിൻ കാർലോസിനോട് പറഞ്ഞു, ബ്രദർ, കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്ത് ഹിഡൻ? ശരി ഉത്തരം ഷാഡോയാണ്. നമുക്ക് ഊഹിച്ചൂടെ പൂർണ്ണചന്ദ്രൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചാൽ നിഴലുണ്ടാകുമെന്ന്? റോസ്ലിൻ അവളുടെ ഉത്തരത്തിൽ ഉറച്ചു നിന്നതും കാർലോസ് കൈപൊക്കി. മാനേജർ റൈസ്വൻ, ഞാൻ ആൻസർ പറയാം. അങ്ങനെ കാർലോസ് പറഞ്ഞുകൊണ്ട് എണീറ്റതും എല്ലാ ആളുകളുടെയും ശ്രദ്ധ കാർലോസിലേക്ക് വന്നു. കാർലോസ്, ഉത്തരം പറയൂ. റൈസ്വൻ, ഇത് വളരെ സിമ്പിളായ ഉത്തരമാണ്. പൂർണ്ണചന്ദ്രൻ പൊക്കമുള്ള മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിഴലെന്നാണ്. കാർലോസ് ആ ഉത്തരം പറയുമ്പോൾ ശരിക്കും അഭിമാനത്തോടു കൂടി ആ സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് റോസ്ലിൻ. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് മാനേജർ കാർലോസിനോട് പറഞ്ഞു, കാർലോസ്, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. മാനേജർ കാർലോസിന്റെ ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞതും റോസ്ലിൻ ചാടി ഇടിക്കുകയാണ്. മിസ്റ്റർ മാനേജർ, നിങ്ങൾ എന്താ പറഞ്ഞേ? ഈ ഉത്തരം തെറ്റുന്നോ? അതെങ്ങനെ തെറ്റാകും? നിങ്ങൾ ശരി ഉത്തരം പറയും, അതെങ്ങനെ തെറ്റാകും? കാർലോസിനോടുള്ള റോസ്ലിന്റെ ചോദ്യം കേട്ടതും കാർലോസ് റോസ്ലിനോട് പറഞ്ഞു, ഇവിടെ ഒരുപാട് ആളുകൾ മത്സരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ ശരി ഉത്തരം പറയുന്നില്ല എങ്കിൽ ഞാൻ ശരി ഉത്തരം നിങ്ങളോട് പറയാം. അങ്ങനെ മാനേജർ റൈസൺ പറഞ്ഞതും ഹെയ്സൽ കൈപൊക്കി. ഹെയ്സൽ മാനേജറോട് പറഞ്ഞു, ശരി ഉത്തരം ഹിഡൻ എന്നാണ്. ഡസൻ റൈസ് പറഞ്ഞ അതേ ഉത്തരം ഹെയ്സലും പറയുകയാണ്. അത് കേട്ടതും മാനേജർ ഹെയ്സലിനോട് ചോദിച്ചു, ഹെയ്സൽ, അത് ഒന്ന് വിശദീകരിക്കാവോ? ഹെയ്സലിനോട് ആ ചോദ്യം ഉണ്ടായതും ഹെയ്സൽ മാനേജറോട് പറഞ്ഞു, ഓക്കെ, എന്റെ സുഹൃത്ത് വിശദീകരിക്കും. ഹെയ്സൽ അങ്ങനെ പറഞ്ഞിട്ട് ആ സീറ്റിലേക്ക് ഇരുന്നതും ഹെയ്സലിന് സമീപത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എണീറ്റു. അയാൾ വളരെ മനോഹരമായി എന്തുകൊണ്ടാണ് ഹിഡൻ എന്ന പദം തിരഞ്ഞെടുത്തതെന്ന് വിശദീകരിക്കുകയാണ്. പൊക്കമുള്ള മരങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ മറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാണുക സൂര്യനെയാണ്. ചന്ദ്രൻ മറഞ്ഞാൽ സൂര്യൻ രംഗത്ത് വരും. അപ്പോൾ ഇവിടെ സൂര്യൻ മറഞ്ഞു നിൽക്കുകയാണെന്നാണ് ആ പദപ്രയോഗം സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ആ ചെറുപ്പക്കാരൻ മനോഹരമായി അവതരിപ്പിച്ചതും റോസ്ലിന് പോലും ആ കാര്യം ഉറപ്പായി. ഹിഡൻ എന്ന വേർഡ് ശരിയായിട്ടും ആ കടങ്കഥയുമായി കണക്റ്റഡ് ആണ്. ഷാഡോ എന്ന വേർഡിനേക്കാൾ ഹിഡൻ എന്ന വേർഡ് തന്നെയാണ് അനുയോജ്യം. ഇപ്പോ ഹെയ്സലിന് 1 പോയിന്റും ബാക്കി എല്ലാവർക്കും 0 പോയിന്റുമാണ്. മാനേജർ രണ്ടാമത്തെ കടങ്കഥ എടുത്തു. അതിന്റെ ഉത്തരവും റോസ്ലിൻ പറഞ്ഞു, ഡസ്റ്റിനും പറഞ്ഞു. ഇപ്രാവശ്യം റോസ്ലിന്റെ വാക്കുകൾക്ക് കാർലോസ് മുൻതൂക്കം കൊടുത്തെങ്കിലും അപ്രാവശ്യം റോസ്ലിൻ തോറ്റു. ഹെയ്സൽ അതേ സമയത്ത് ശരിയുത്തരം അവതരിപ്പിക്കുകയും ചെയ്തു. ആ ശരിയുത്തരം ഡസ്റ്റിൻ പറഞ്ഞ അതേ ശരിയുത്തരമാണ്. ഈ 2 ചോദ്യങ്ങൾക്കും ഹെയ്സൽ ശരിയുത്തരം നൽകുകയും ആ ശരിയുത്തരങ്ങൾ രണ്ടും നേരത്തെ ഡസ്റ്റിൻ പറഞ്ഞതാവുകയും ചെയ്തതോടുകൂടി കാർലോസിന്റെ ടീമിനകത്ത് ഒരു വല്ലാത്ത അമ്പരപ്പുണ്ടാവുകയാണ്. അമ്പരപ്പ് പ്രധാനമായും മറ്റൊരു കാര്യത്തെ ചൊല്ലിയാണ്. ഇവിടെ റോസ്ലിൻ പണയം വെച്ചിരിക്കുന്നത് ഹീൽവെൽ ക്ലിനിക്കാണ്. മത്സരത്തിൽ അനവധി ആളുകളുണ്ട്. പക്ഷേ ഹീൽവെൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട ബെറ്റ് വെച്ചിരിക്കുന്നത് ഹെയ്സലും റോസ്ലിനും തമ്മിലാണ്. അന്ന് അവിടെ നടക്കുന്ന മത്സരത്തിൽ അവരിൽ ആർക്കാണോ കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അവർക്കായിരിക്കും ഹീൽവെൽ ക്ലിനിക്. മത്സരത്തിൽ വിജയിക്കുന്നതുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഇപ്പോ 2-0 ഹെയ്സൽ ലീഡ് ചെയ്യുകയാണ്. ആ യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും ഹീൽവെൽ ക്ലിനിക്കിലെ മുഴുവൻ ആളുകളിലും ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് മാനേജർ മൂന്നാമത്തെ കടങ്കഥ അവതരിപ്പിച്ചത്. അതിന് റോസ്ലിൻ ഉത്തരം പറഞ്ഞതും കാർലോസ് ഡസ്റ്റിൻ നേരെതിരിഞ്ഞു. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങളുടെ അഭിപ്രായം? കാർലോസ്, നേരത്തെ 2 തവണ ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞു. പക്ഷേ നിങ്ങൾ 2 തവണയും എന്നെ അവഗണിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. ഡസ്റ്റിൻ അങ്ങനെ തീർത്തു പറഞ്ഞതും കാർലോസ് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഇപ്രാവശ്യം നിങ്ങൾ പറയുന്നതേ ഞാൻ പ്രസന്റ് ചെയ്യും. റോസ്ലിനെ ഞെട്ടിച്ചുകൊണ്ട് കാർലോസ് അവളെ ഒഴിവാക്കി ഡസ്റ്റിന്റെ അഭിപ്രായം കേൾക്കാൻ പോവുകയാണെന്ന് കേട്ടതും കാർലോസിനോടായി റോസ്ലിൻ ചോദിച്ചു, ബ്രദർ, എന്താ ഇത്? റോസ്ലിൻ, നീ മിണ്ടാതിരിക്കുക. ഇവിടെ പണയം വെച്ചിരിക്കുന്നത്
നമ്മുടെ ഹീൽവെൽ ക്ലിനിക്കാണ്. അത് നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ കാർലോസ് പറഞ്ഞതും ഡസ്റ്റിൻ അയാളുടെ ഉത്തരം പറഞ്ഞു. ഡസ്റ്റിൻ പറഞ്ഞ ഉത്തരം കാർലോസ് അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. അതൊരു അക്ഷരത്തിന്റെ കൂട്ടായ്മയായിരുന്നു. മനോഹരമായിട്ട് തന്നെ കാർലോസ് ഉത്തരവും അതിന്റെ എക്സ്പ്ലനേഷനും പറഞ്ഞതും മാനേജർ കാർലോസിനോട് പറഞ്ഞു, കാർലോസ്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഇപ്പോ ഹെയ്സൽ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അവളുടെ കൂടെയുള്ള മിടുക്കനായ ആ വ്യക്തി ശരി ഉത്തരം കണ്ടുപിടിക്കാനായി ശരിക്കും തല പോച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കാർലോസ് ഉത്തരം പറഞ്ഞത്. കാർലോസിനൊപ്പമുള്ള ആളുകളെ വ്യക്തമായി നിരീക്ഷിച്ചിട്ടുള്ള ഹെയ്സലിന് പെട്ടെന്നൊരു സംശയം. റോസലിന്റെ തലയിൽ ഈ ശൈലിയുള്ള ഒരു ഉത്തരം ഉണ്ടാവില്ല. റോസലിൻ അഹങ്കാരത്തിന് കൈകാലി വെച്ച കക്ഷിയാണെന്ന് ഹെയ്സലിന് അറിയാം. അതുകൊണ്ടാണ് ഹെയ്സൽ എപ്പോഴും റോസലിനെ കളിയാക്കാൻ ശ്രമിക്കുന്നത്. മറ്റാരോ കാർലോസിനെ സഹായിച്ചിട്ടുണ്ട്. ഹെയ്സൽ അവൾ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് കാർലോസും ടീം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു തുടങ്ങി. അങ്ങനെ അവളെ ഓരോ മുഖമായി പരിശോധിക്കുമ്പോഴാണ് അവർക്ക് പരിചയമില്ലാത്ത ഒരു മുഖം ആ ആൾക്കൂട്ടത്തിൽ കണ്ടത്. ഹീൽവെൽ ക്ലിനിക്കിൽ വേറിട്ട് നിൽക്കുന്ന മുഖം ഡസ്റ്റിൻ റൈസിന്റെയാണ്. ഇയാളായിരിക്കോ ഇനി ശരിയുത്തരം പറഞ്ഞു കൊടുത്തത്? അതറിയാനുള്ള കൗതുകത്തോടുകൂടി ഹെയ്സൽ ആ ടീമിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നതും മാനേജർ നാലാമത്തെ കടങ്കഥ എടുത്തു. ആ കടങ്കഥ പറഞ്ഞു തീർന്നതും ഡസ്റ്റിൻ ഉത്തരം പറഞ്ഞു. ഡസ്റ്റിന് ഉത്തരം പറയുന്നത് സ്വാഭാവികമായിട്ടും മാനേജർ കേട്ടു. മാനേജർ ഉടനെ ഡസ്റ്റിൻ നേരെ നോക്കി ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ചെറുപ്പക്കാരാ, ആ ഉത്തരത്തിന് എക്സ്പ്ലനേഷൻ കൊണ്ടൊന്ന് പറയാവോ? ഡസ്റ്റിൻ ഉടനെ എണീറ്റ് ആ കടങ്കഥയുടെ വിശദീകരണം നൽകി. ശരിക്കും അമ്പരപ്പിക്കുന്ന ക്ലാരിറ്റിയോടുകൂടി ഡസ്റ്റിൻ റൈസിന്റെ ആ വിശദീകരണം കേട്ടതും മാനേജർ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് അത് ശരി ഉത്തരമാണ്. ഹെയ്സൽ കാർലോസിനെ സഹായിക്കുന്ന വ്യക്തി ആരെന്ന് അറിയാൻ വേണ്ടി ആ ഭാഗത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഡസ്റ്റിൻ തന്നെ ഇതാ ഉത്തരം പറഞ്ഞതും വിശദീകരിച്ചതും. മാനേജർ ഉടൻ അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ച നിമിഷത്തിൽ തന്നെ ഡസ്റ്റിൻ ഉത്തരവും പറഞ്ഞു. മാനേജർ അത് ശരി ഉത്തരമാണെന്ന് പറഞ്ഞതും ഡസ്റ്റിൻ ഉടൻ അതിന്റെ വിശദീകരണം നൽകി. ഉടൻ ആറാമത്തെ ചോദ്യമായി. 6, 7, 8, 9, 10 എന്ന നിലയിൽ അതിവേഗം ആ ചോദ്യങ്ങളെ കടന്നു പോവുകയായിരുന്നു. 10 ചോദ്യങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. 10 ചോദ്യങ്ങളിൽ 7 എണ്ണം ഡസ്റ്റിൻ ശരിയാക്കി. ആദ്യത്തെ 3 എണ്ണം കഴിഞ്ഞപ്പോഴാണ് ഡസ്റ്റിൻ ഡയറക്റ്റ് ആയിട്ട് മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങുന്നത്. 10-7 ഡസ്റ്റിൻ റൈസ് വിജയിച്ചു എന്നുള്ള അറിയിപ്പ് മാനേജർ അറിയിച്ചതും ശരിക്കും വലിയൊരു ആവേശം തന്നെ ഹീൽവെൽ ക്ലിനിക്കിലെ ആ ഡോക്ടേഴ്സ് ഇടയിൽ ഉണ്ടാവുകയാണ്. എലിജയ്ക്ക് അയാളുടെ ക്ലിനിക്ക് നഷ്ടപ്പെടാത്തതിൽ ശരിക്കും സന്തോഷമുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഏറെ സന്തോഷം സാക്ഷാൽ കാർലോസിനാണ്. കാർലോസിന്റെ സന്തോഷത്തിന്റെ കാരണം ആ പെയിന്റിങ് തന്നെയാണ്. ആ പെയിന്റിങ്ങിലെ സുന്ദരിയെ കണ്ട് വല്ലാതെ ഭ്രമിച്ച് വശായിരിക്കുകയാണ് സാക്ഷാൽ കാർലോസ്. മാനേജർ ഉറക്കെ പറഞ്ഞു, ഇന്നത്തെ വിജയി കാർലോസിനൊപ്പമുള്ള ആ ചെറുപ്പക്കാരനാണ്. ഏയ്, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഡസ്റ്റിൻ റൈസ് എന്നാണ്. ഹലോ, ഡസ്റ്റിൻ റൈസ് ആണ് ഇന്നത്തെ വിജയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാനേജർ ആ പെയിന്റിംഗ് വീണ്ടും ബോക്സിലേക്ക് മാറ്റി ആ ബോക്സ് ഡസ്റ്റിനെ കൊടുക്കാൻ വേണ്ടി എടുത്തുയർത്തിയതും കാർലോസ് ചെന്ന് അത് ഏറ്റുവാങ്ങിച്ചു. കാർലോസ് ശരിക്കും സന്തോഷത്തിലാണ്. ആ പെയിന്റിംഗ് കാർലോസിന് കൊടുക്കാമെന്ന് നേരത്തെ റോസിൽ സമ്മതിച്ചതുമാണല്ലോ. സന്തോഷത്തോടെ ആ ബോക്സ് തുറന്ന് ആ പെയിന്റിംഗ് അടുത്ത് കണ്ട കാർലോസ് ആ പെയിന്റിംഗ് തിരിച്ച് ആ ബോക്സിലേക്ക് വെച്ചിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, സത്യമായിട്ട് ഈ പെയിന്റിങ്ങിന് അർഹത നിങ്ങൾക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാർലോസ് ആ ബോക്സ് ഡസ്റ്റിന് നേരെ നീട്ടി. ഡസ്റ്റിന് നേരെ ആ ബോക്സ് നീട്ടിയതും ഡസ്റ്റിൻ കാർലോസിന്റെ കയ്യിൽ നിന്ന് ആ ബോക്സിങ് വാങ്ങിച്ചു. ഡസ്റ്റിന് ആ ബോക്സ് കൊടുക്കുമ്പോൾ ഡസ്റ്റിൻ വേണ്ട എന്ന് പറയുമെന്നാണ് യഥാർത്ഥത്തിൽ കാർലോസ് കരുതിയത്. പക്ഷെ കാർലോസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഡസ്റ്റിൻ ആ ബോക്സിങ് കയ്യിൽ വാങ്ങിക്കുകയായിരുന്നു. ഡസ്റ്റിൻ ബോക്സ് കയ്യിൽ വാങ്ങിച്ചതും റോസലിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നിങ്ങളെന്തിനാ ബോക്സ് കൈവച്ചിരിക്കുന്നത്? നിങ്ങളത് ബ്രദറിന് കൊടുക്ക്. ഞാനെന്തിന് നിങ്ങളുടെ ബ്രദറിന് ഇത് കൊടുക്കണം? ഇത് എനിക്ക് ലഭിച്ച സമ്മാനമല്ലേ? ഏയ് ഡസ്റ്റിൻ, നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് എന്റെ ബ്രദറല്ലേ? അപ്പൊ സമ്മാനത്തിന് അർഹത ബ്രദറിനാണ്. അങ്ങനെ റോസലിൻ പറഞ്ഞതും ഡസ്റ്റിൻ ഉറക്കെ മാനേജറോട് ചോദിച്ചു, മിസ്റ്റർ മാനേജർ, ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയിച്ച് എനിക്കല്ലേ ഈ പെയിന്റിങ്ങിന് അർഹതയുള്ളത്? ഹേയ് ഡസ്റ്റിൻ, അതെന്ത് ചോദ്യമാണ്? ആ പെയിന്റിങ്ങിന് നിങ്ങൾക്ക് മാത്രമാണ് അർഹതയുള്ളത്. മാനേജർ പബ്ലിക്കായിട്ടാണ് ആ അനൗൺസ്മെന്റ് നടത്തിയത്. കാർലോസിനാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരികയാണ്. പക്ഷെ അയാൾക്ക് ആ ദേഷ്യം കാണിക്കാൻ വയ്യ. അയാൾക്ക് ഡസ്റ്റിനെ പിണക്കാനും പറ്റില്ല. ഡസ്റ്റിന് അയാൾക്ക് ഒരു മരുന്നിന്റെ കൂട്ടായ്മ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പെയിന്റിംഗ് കയറി വന്നത്. പക്ഷേ റോസലിന് മാനേജറുടെ അനൗൺസ്മെന്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. റോസലിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, സത്യമായിട്ടും എന്റെ ബ്രദർ നിങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു അവസരം നൽകിയോണ്ടല്ലേ നിങ്ങൾക്ക് ഇത് ലഭിച്ചത്. അതുകൊണ്ട് ഇത് എന്റെ ബ്രദറിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ റോസലിൻ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഹെയ്സൽ അങ്ങോട്ട് വന്നത്. ഹേയ് റോസലിൻ, നീ എന്താണോ ഈ പറയുന്നത്? ഒരാള് മത്സരിച്ച് വിജയിച്ചപ്പോ അയാൾക്ക് അവകാശപ്പെട്ട സാധനം പിടിച്ചു വാങ്ങുകയും കഴിവില്ലാത്ത ആളുകൾ മത്സരിക്കാൻ വരരുത്. ഹെയ്സൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് ഹെയ്സലിന്റെ ആ ഷാർപ്പ് വേർഡുകൾ റോസലിനെ ശരിക്കും കൊണ്ട് ദേഷ്യപ്പെടുത്തുകയാണ്. ഹെയ്സൽ,
നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. റോസ്ലിൻ, ഇന്ന് നിന്റെ ഹീൽവെൽ ക്ലിനിക് നിന്റെ കുടുംബത്തിന്റെ കയ്യിൽ നിലനിൽക്കാൻ ഒറ്റ ആളാ കാരണക്കാരൻ. അത് ഈ ഡസ്റ്റിനാണ്. ഇയാൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷത്തിൽ ആ ക്ലിനിക് എന്റെ സ്വന്തമായനെ. ആ ക്ലിനിക്ക് നിനക്ക് തിരിച്ചു പിടിച്ചു തന്ന ഡസ്റ്റിൻ എങ്ങനെയാ നിന്റെ മുന്നിൽ മോശക്കാരനായത്? നന്ദിയുണ്ടോ നിനക്ക്? അവരെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആളുകളായതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ എതിർപ്പിന് അതിൻ്റെതായ ശക്തിയുമുണ്ട്. റോസലിന് ഹെയ്സലിനോട് ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഹെയ്സൽ ചോദിക്കുന്നത് ശരിക്കും ശരിയായ ചോദ്യങ്ങളുമാണ്. ദേഷ്യം എന്ന റോസലിൻ തറയിൽ നിന്ന് ആഞ്ഞ് ചവിട്ടിയിട്ട് അതിവേഗം പുറത്തേക്ക് നീങ്ങി. അത് കണ്ടതും ഡോക്ടർ എലിജോ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എന്റെ ചെറുമകൾ ആൾ കുഴപ്പക്കാരിയാണ്, കുറച്ച് ഹെഡ് വെയിറ്റ് ഉണ്ട് അവക്ക്, ഞാനേ അവളൊന്ന് ശരിയാക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എലിജോ റോസലിന്റെ പുറകെ താഴേക്കിറങ്ങി. ഈ കാഴ്ച കണ്ട കാർലോസും ടീമംഗങ്ങളും ഉടൻ തന്നെ അവരുടെ പുറകെ ഇറങ്ങി. അല്പനേരം കൊണ്ട് അവിടെ ആ ടീമംഗം ഒഴിയുകയാണ്. ബാലൻസ് ഉള്ളത് ഡസൻ ഡൈസിന്റെ കയ്യിലുള്ള ആ വലിയ ചിത്രവുമാണ്. ഡസ്റ്റിന് അടുത്ത് നിൽക്കുകയായിരുന്ന ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസൻ ഡൈസ്, നിങ്ങൾ ശരിക്കും എന്നെ അമ്പരപ്പിച്ചു. ഏയ് ഹെയ്സൽ, അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ രീതിയിൽ ഇടപെട്ടു എന്നേ ഉള്ളൂ. മിസ്റ്റർ ഡസൻ, എനിക്കെന്തായാലും നിങ്ങളെങ്കിൽ ഇഷ്ടമായി. നിങ്ങൾക്ക് ഞാൻ ഒരു ചാൻസ് തരാം. ചാൻസോ? എന്ത് ചാൻസ്? മിസ്റ്റർ ഡസൻ, എനിക്ക് ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ 108ാമത്തെ ബോയ് ഫ്രണ്ടായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ചാൻസ് തരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഡസ്റ്റിന് അടുത്തേക്ക് ചേർന്ന് വന്നതും ഡസ്റ്റിൻ പെട്ടെന്ന് പുറകോട്ട് മാറി. മാറിക്ക്, ഈ കളിയൊന്നും എന്നോട് വേണ്ട. ഡസ്റ്റിന്റെ അടുത്തേക്ക് ആ സുന്ദരി ഹെയ്സൽ ചേർന്ന് നിൽക്കാൻ വന്നതും ഡസ്റ്റിൻ പെട്ടെന്ന് പിന്നോട്ട് മാറിയത് ഹെയ്സലിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ് ഡസ്റ്റിൻ, ഇത് കൊള്ളാം. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഇടപെടലിനെ ഒരാൾ എതിർക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ ചെറുപ്പക്കാരും ഞാനൊന്ന് തൊടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നിങ്ങളിതാ ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും എനിക്ക് നിങ്ങളെ ഒന്നുകൂടെ അങ്ങ് ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇനി സീരിയസ് ആയി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ സുരക്ഷിതനല്ല. ഹെയ്സൽ, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസ്റ്റിൻ, ഈ സോണിയ അത്ര സുരക്ഷിതമായ സ്ഥലമൊന്നുമല്ല. ഹെയ്സൽ, ഇവിടെ അധികാരികളും പോലീസൊന്നും ഇല്ലേ? ഡസ്റ്റിൻ, അവരൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ചിത്രം പലരെയും ശ്രദ്ധ പിടിച്ചു പറ്റും. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തും. അതുകൊണ്ട് ഒരു ശ്രദ്ധ നല്ലതാണ്. വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിക്കാം. അതൊന്നും വേണ്ട, ഞാൻ വെക്കോളാം. ആരാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഹെയ്സലിനോട് യാത്ര പറഞ്ഞ് ഡസൻ ഡൈസ് ആ പെയിന്റിങ് ഉള്ള ബാഗുമായി രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഡസൻ ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഗേറ്റിൽ കൂടി പുറത്തേക്ക് നടക്കുമ്പോൾ ഹെയ്സലിന്റെ അടുത്തേക്ക് അവളുടെ ചില ബോഡി ഗാർഡ്സിൽ നടന്നു വന്നു. ആ ബോഡി ഗാർഡുകളായി ഹെയ്സൽ പറഞ്ഞു, അയാൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. നിങ്ങൾ അയാളെ ഫോളോ ചെയ്യണം. ആരെങ്കിലും അയാളെ ആക്രമിച്ചാൽ അപ്പോൾ നിങ്ങൾ ചാടി വീണ് അയാളെ സഹായിക്കണം. നിങ്ങൾ അയാളെ രക്ഷിച്ചുവെന്ന് അയാൾക്ക് സ്വയം ബോധ്യമാകണം. ഹെയ്സലിന്റെ ആളുകളാണ് ഡസൻ ഡൈസിനെ രക്ഷിച്ചതെന്ന് ഡസ്റ്റിന് ബോധ്യമാകണമെന്നുള്ളതാണ് ഹെയ്സലിന്റെ ആവശ്യം. ഹെയ്സലിന്റെ ഉത്തരവ് കിട്ടിയതും അവൾക്കൊപ്പമുള്ള ബോഡി ഗാർഡുകൾ ഡസ്റ്റിനെ ഫോളോ ചെയ്ത് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡസൻ ഡൈസ് ഹോട്ടലിന്റെ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി റോഡിന്റെ ഓരം ചേർന്ന് ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. ഫുട്പാത്തിലൂടെ നടന്നു തുടങ്ങിയ ഡസ്റ്റിൻ ഇപ്പോ രസകരമായ ഒരു കാഴ്ച കാണുകയാണ്. അയാളുടെ പുറകിൽ ഒരു ടീമുണ്ട്. അയാളുടെ ഇടതുവശത്ത് റോഡിന്റെ മറുഭാഗത്ത് വേറൊരു ടീമുണ്ട്. ആ രണ്ട് ടീമും ഡസ്റ്റിനെ ഫോളോ ചെയ്യുകയാണെന്ന് ഡസ്റ്റിന് ഒറ്റ നോട്ട് തന്നെ മനസ്സിലായി. ഈ രണ്ട് ടീമിന്റെ പുറകിലാണ് യഥാർത്ഥത്തിൽ ഹെയ്സലിന്റെ ആ ബോഡി ഗാർഡുകൾ ഉള്ളത്. ഫലത്തിൽ 3 ടീമുകൾ ഡസ്റ്റിനെ ഫോളോ ചെയ്യുകയാണ്. പുറത്തിറങ്ങി ഒരു വാഹനം പിടിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്നാണ് ഡസ്റ്റിൻ ആദ്യം കരുതിയത്. പക്ഷേ ആളുകൾ ഫോളോ ചെയ്യുന്ന കണ്ടതും ഡസ്റ്റിന് ഒരു കൗതുകം, അവരാരാണെന്ന് അറിയാനുള്ള ഒരു കൗതുകമാണ് ഡസ്റ്റിന് ഉണ്ടായത്. ഡസ്റ്റിൻ അതിവേഗം ആ ഫുട്പാത്തിലൂടെ മുന്നോട്ട് നടന്നു തുടങ്ങി. ഡസ്റ്റിന്റെ നടത്തത്തിന്റെ വേഗത കൂടിയതും എതിർഭാഗത്തും പുറകിലുള്ള ആളുകളുടെ വേഗതയും കൂടി. ഡസ്റ്റിൻ മുന്നോട്ട് നടന്ന് വലത്തോട്ട് തിരിഞ്ഞു, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു. അതിവേഗം ഡസ്റ്റിൻ ഓരോ വഴിയിൽ നിന്നും അടുത്ത വഴിയിലേക്ക് നീങ്ങുമ്പോൾ ഡസ്റ്റിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒന്ന് ഓടിത്തുടങ്ങി. ഡസൻ റൈസ് ആ ഫുട്പാത്തിലൂടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന കാണുന്ന ഏതൊരാൾക്കും ഒരു സംശയം തോന്നും, ഇയാൾക്ക് ഈ സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാമോ എന്ന്. എങ്ങോട്ട് തിരിഞ്ഞാൽ വഴിയുണ്ടെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് അയാൾ തിരിയുന്ന കാണുമ്പോഴേ മനസ്സിലാവും. സ്വാഭാവികമായിട്ടും പുറകെ വരുന്ന ടീം ഒന്ന് കൺഫ്യൂസ്ഡായി. ഡസൻ ഈ നിമിഷത്തിലാണ് ഒരു ചെറിയ വഴിയിലേക്ക് കയറിയത്. രണ്ട് ഭാഗത്തും നിരനിരയായ കടകളുള്ള ഒരു ഭാഗത്തേക്കാണ് അയാൾ കയറിയത്. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 10 മണിയോളം ആയിരിക്കുകയാണ്.
കടകളൊക്കെ ഏതാണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് ഡസ്റ്റിൻ റൈസ് കടന്നത്. ആ കടകളുടെ ഭാഗത്തേക്ക് ഡസ്റ്റിൻ കടന്നതും പുറകെ വരികയായിരുന്ന ടീമിന് ഭയങ്കര സന്തോഷം. ആ ഭാഗത്ത് അധികം ആരും ഉണ്ടാകില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവർ വിചാരിച്ചതുപോലെ കാര്യം നടക്കുകയാണ്. ആളില്ലാത്ത ഭാഗത്ത് എത്തുമ്പോൾ ഡസ്റ്റിനെ ഈസി ആയിട്ട് അടിച്ച് താഴെയിടാം. അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി ആ കടയുടെ ഭാഗത്തേക്ക് അവന്മാര് കടന്നതും അവന്മാര് ഒന്ന് ഞെട്ടിയെന്ന് പറയാം. കാരണം അവന്മാര് അകത്തേക്ക് കിടന്ന സ്ഥലത്ത് ഒരു റാ ആകൃതിയിൽ കടകൾ നിരന്നിരിക്കുകയാണ്. അതായത് ആ കടകൾ കഴിഞ്ഞ് പുറകോട്ട് സ്ഥലമില്ല എന്നർത്ഥം. അകത്തേക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയെ കൂടിയാണ് ഡസ്റ്റിൻ റൈസ് അകത്തേക്ക് വന്നത്. ഡസ്റ്റിന് പുറകെ അവിടെ എത്തിയ ടീം ശരിക്കും ഒന്ന് ഞെട്ടി തന്നെ പറയാം. കാരണം അവിടെ ഡസ്റ്റിൻ റൈസ് ഇല്ല. ഹേയ്, അയാൾ അവിടെ പോയി. അകത്തേക്ക് ഓടിയെത്തി ഗുണ്ടകൾ ചുറ്റും നോക്കുകയാണ്. അവരുടെ തൊട്ടു മുന്നേ ആ സ്ഥലത്തേക്ക് കയറിയ ആ ചെറുപ്പക്കാരനെ കാണാനേ ഇല്ല. ഷേ, അയാളിത് അവിടെ പോയി. അയാൾ ഇരുട്ടത്ത് അരിഞ്ഞു പോയോ? നല്ല ഇരുട്ടുണ്ട് അവിടെ. അപ്പോഴാണ് അവർ കടന്നു വന്ന വഴിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ഏയ്, നിങ്ങൾ നോക്കുന്നത് എന്നെയാണോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ നോക്കുമ്പോൾ അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശത്തിൽ ആ ചെറിയ വഴിയിൽ ഡസ്റ്റിൻ അങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ കയ്യിൽ ആ പെയിന്റിംഗ് ഉണ്ട്. ഏയ്, നീ എങ്ങനെ ഞങ്ങളുടെ പുറകിലെത്തി? നീ ഞങ്ങളുടെ മുന്നിലല്ലായിരുന്നു? ചോദ്യം ചോദിച്ച ആ ലീഡറോട് ഡസ്റ്റിൻ പറഞ്ഞു, അതെന്തുമാവട്ടെ. ഏയ്, നിനക്ക് എന്താ വേണ്ടേ? ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും ആ ലീഡർ ഡസ്റ്റിനോട് പറഞ്ഞു, നിന്റെ കയ്യിരിക്കുന്ന പെയിന്റിംഗ് അത് ഞങ്ങൾക്ക് വേണം. ഇതാണോ വേണ്ടത്? അങ്ങനെ ചോദിച്ചിട്ട് ഡസ്റ്റിൻ ആ പെയിന്റിംഗ് ഡസ്റ്റിൻ നിൽക്കുന്ന സ്ഥലത്ത് സൈഡിലുള്ള ചുവരോട് ചാരി വെച്ചു. ദാ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തു. ആ ചെറുപ്പക്കാരനെ ഒന്ന് ഭയപ്പെടുത്തിയപ്പോൾ തന്നെ അയാൾ ഇതാ ആ പെയിന്റിംഗ് അവർക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനൊരു സന്തോഷമാണ് ആ കാഴ്ച ആ ലീഡർക്ക് ഉണ്ടാക്കിയത്. ലീഡർ കൂടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറഞ്ഞു, ഏയ്, പോയി എടുത്തുകൊണ്ട് വാ. ആ ടീം ഡസ്റ്റിന് അടുത്തേക്ക് എത്തി. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ആ ടീമും ആ ലീഡറും ഒക്കെ തറയിൽ കിടക്കുന്നതാണ്. ഡസ്റ്റിന്റെ കൈ ഇപ്പോ ആ ലീഡറുടെ കഴുത്തിലാണ്. ഡസ്റ്റിൻ അയാളെ എടുത്തു പോക്കി അടുത്തുള്ള ഒരു തൂണിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഏയ്, ആരാ നിന്നെ ഇവിടേക്ക് അയച്ചത്? സാർ, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളത് ചോദിക്കാറില്ല സാർ. പണം നൽകും, ആളുടെ ഫോട്ടോ നൽകും സാർ. പണം നൽകുന്ന ആള് കൂടുതൽ ഡീറ്റെയിൽസ് നൽകില്ല സാർ. ആളുകളെ ഉപദ്രവിക്കാനുള്ള കൊട്ടേഷൻ എടുക്കുന്ന ആളുകൾക്ക് ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തതെന്ന് പലപ്പോഴും അറിയാൻ കഴിയത്തില്ല. ഇടനിലക്കാരായിരിക്കും ആ കൊട്ടേഷൻ അവർക്ക് കൊടുക്കുക. അത് കേട്ടതും ഡസ്റ്റിൻ അവന്റെ കവിളിൽ ഒരു അടി കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. ഡസ്റ്റിൻ ആ പെയിന്റിംഗ് എടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് നടന്നുറങ്ങുമ്പോൾ അനവധി വാഹനങ്ങൾ അവിടെ നിന്നു. വാഹനത്തിൽ നിന്ന് ആദ്യം ചാടി ഇറങ്ങി ഓടി മുന്നോട്ടൊന്ന് വ്യക്തി ഡസ്റ്റിനെ കണ്ടപ്പോൾ ഒന്ന് നിന്നു. ഏ കുട്ടി, നീയായിരുന്നോ ഇത്? ഓടി വന്നത് സാക്ഷാൽ ലാനിയാണ്. ഡസ്റ്റിൻ റൈസ് തലേ ദിവസം അവന്റെ വയറിൽ മരുന്ന് തേച്ചത് അവനും ഡസ്റ്റിൻ നല്ല ഓർമ്മയുള്ള രംഗമാണ്. ലാനിയുടെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ അവനോട് ചോദിച്ചു, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞെന്നോ? കുട്ടി. വീണ്ടും ലാനി കുട്ടി എന്ന് പറഞ്ഞതേ ലാനിക്ക് ഓർമ്മയുള്ളൂ. അല്പസമയം കഴിഞ്ഞപ്പോൾ ലാനിക്കൊപ്പമുള്ള ആ 20 ഗുണ്ടകളും ലാനിയും തറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ലാനിയെ ഡസ്റ്റിൻ എടുത്തു പൊക്കി അടുത്തുള്ള ചുവരിലോട്ട് ചേർത്ത് നിർത്തി. ഏയ്, ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? കുട്ടി. കുട്ടി എന്ന് ലാനി പറഞ്ഞതും ഡസ്റ്റിൻ അയാളുടെ കഴുത്തിൽ ഒന്നുകൂടെ വിരലങ്ങ് ചേർത്തു. കഴുത്തിൽ ആ വിരലൊന്ന് അമർന്നതും ലാനിക്ക് കഥ മനസ്സിലായി. ബ്രദർ, ബ്രദർ, എന്നെ അയച്ചത് സ്റ്റാൻഫോർഡിൽ നിന്ന് സെബാസ്റ്റ്യനാണ്. സ്റ്റാൻഫോർഡ് ഫാമിലിയിലെ കാര്യസ്ഥൻ സെബാസ്റ്റ്യനാണ് ആ ഗുണ്ടകളെ അങ്ങോട്ട് അയച്ചത് മനസ്സിലായതും ലാനിയോടായി ഡസ്റ്റിൻ പറഞ്ഞു, ഓക്കെ ലാനി, ഞാനും സെബാസ്റ്റ്യൻ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഉടനെ അറേഞ്ച് ചെയ്യണം. എനിക്ക് അയാളെ ഒന്ന് കാണേണ്ടതുണ്ട്. ബിസിനസ് സംസാരിക്കാനാണ് എനിക്ക് അയാളെ കാണേണ്ടത്. ലാനിയോട് അത് പറഞ്ഞതും ലാനി സമ്മതിച്ചു. ലാനി 20 ഗുണ്ടകളുമായിട്ടാണ് അവിടെ എത്തിയത്. ആ 20 ഗുണ്ടകളെയും അടിച്ച് താഴെയിടാൻ ഡസ്റ്റിന് ഏതാനും മിനിറ്റുകളെ വേണ്ടി വന്നു എന്നുള്ള കാര്യം ലാനി കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ട്. ലാനി ഡസ്റ്റിനെ ആദ്യം കണ്ടപ്പോൾ ഒരു സാധാരണ ഡോക്ടർ അങ്ങനെ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ആള് കുഴപ്പക്കാരനാണെന്ന് ഇപ്പോൾ അയാൾക്ക് വ്യക്തമായി ബോധ്യമായി. ലാനി പോയി കഴിഞ്ഞതും ഡസ്റ്റിൻ റൈസ് പുറത്തോട്ടിറങ്ങി ഒരു വാഹനം പിടിച്ച് അയാളുടെ ഹോട്ടലിലേക്ക് തിരിച്ചു. അല്പസമയം കഴിഞ്ഞതും എംബറസ് പവലിയനിലുള്ള ഹെയ്സലിന്റെ അടുത്ത് ആ വിവരമെത്തി. മാഡം, നമ്മൾ വിചാരിച്ച കക്ഷിയല്ല ആ ഡസ്റ്റിൻ. അയാൾ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു കളഞ്ഞു. നിങ്ങളെ കണ്ണിൽ നിന്ന് മറഞ്ഞു? അതെ മാഡം, അയാളെ ആക്രമിക്കാനായി ചില ആളുകളൊക്കെ എത്തിയിരുന്നു. അവരൊക്കെ നിമിഷ നേരം കൊണ്ട് പരാജയപ്പെട്ടു. അത് ശരി, അയാളൊരു ഫൈറ്റർ ആണല്ലേ? ഓക്കെ, അത് കൊള്ളാലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം മുതൽ നീ ഒരു ദൗത്യം ഏറ്റെടുക്കണം. ആ ഡസ്റ്റിനെ നന്നായി ഒന്ന് പഠിക്കണം. പറ്റുമെങ്കിൽ അയാളെ നമ്മുടെ ഭാഗമാക്കണം. ഹെയ്സല് എംബറസ് പവലിയനിൽ വെച്ച് ഡസ്റ്റിൻ ആ ഉത്തരങ്ങൾ പറയുന്ന കേട്ട നിമിഷം മുതൽ ഡസ്റ്റിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു സാധാരണ വേഷം ധരിച്ച
ഒരു സാധാരണ കോട്ട് ധരിച്ച ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ഡസ്റ്റിനെ ഒറ്റ നോട്ടത്തിൽ ആദ്യം കാണുമ്പോൾ ആർക്കും തോന്നുക. പക്ഷേ എംബ്രസ് പവലിയനിലെ മാനേജർ ഉന്നയിച്ച കടങ്കഥകൾ കണ്ണ് ചിമ്മുന്ന വേഗതയിൽ ഡസ്റ്റിൻ റൈസ് സോൾവ് ചെയ്തപ്പോൾ ഡസ്റ്റിനിൽ ഒരു അസാമാന്യ പ്രതിഭാശാലിയെ ഹേസിൽ കാണുകയായിരുന്നു. ഇപ്പോ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി അവൾ അറിയുന്നു. ഡസ്റ്റിൻ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. സാധാരണഗതിയിലുള്ള ഗുണ്ടകളൊന്നും അയാളെ നേരിടാൻ പര്യാപ്തരല്ല. അതുകൊണ്ടാണ് അവൾ ഡസ്റ്റിനെ അവൾക്കൊപ്പം ചേർക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ അവളുടെ ഗ്യാങ്ങിലെ ആ ലീഡറോട് ആവശ്യപ്പെട്ടത്. പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ ഡസ്റ്റിൻ റൈസ് ഹീൽവെൽ ക്ലിനിക്കിലെത്തി. ഹീൽവെൽ ക്ലിനിക്കിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലാണ് ഡസ്റ്റിൻ മുറിയെടുത്തിരിക്കുന്നത്. ഹീൽവെൽ ക്ലിനിക്കിലാണല്ലോ സാക്ഷാൽ ലോറൻസിയോ ഉള്ളത്. ലോറൻസിയോ ചികിത്സിക്കുക എന്നുള്ളതാണ് ഡസ്റ്റിന്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ ക്ലിനിക്കിന് സമീപത്ത് താമസിക്കാനായിട്ട് ഡസ്റ്റിൻ ആ ഹോട്ടൽ കണ്ടുപിടിച്ചതാണ്. ഡസ്റ്റിൻ വന്ന ഉടൻ തന്നെ എലിജോയെ കാണാനായി രണ്ടാമത്തെ നിലയിലേക്ക് ചെന്നു. എലിജോ ഡസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഡസ്റ്റിനെ കണ്ടതും എലിജോയ്ക്ക് ശരിക്കും സന്തോഷമായി. ഹേയ് ഡസ്റ്റിൻ, ഇന്നലെ സത്യമായിട്ടും ഡസ്റ്റിൻ ഞങ്ങളുടെ ക്ലിനിക്കിനെ രക്ഷിക്കായിരുന്നു. ഡസ്റ്റിൻ ഒന്നും മനസ്സിൽ വെക്കരുത്. എന്റെ ചെറുമകൾ ശരിക്കും തലക്കനം പിടിച്ച ഒരു പെൺകുട്ടിയാണ്. ഞാനാണ് അതിന്റെ കുറ്റക്കാരി. ഞാൻ അവളെ വേണ്ടത്ര ഗുണദോഷിച്ച് വളർത്താത്തതാണ് കുഴപ്പമായത്. ആരോട് എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും റോസലിന് അറിയില്ല എന്നുള്ള കാര്യത്തിൽ ഡസ്റ്റിന് സംശയമൊന്നുമില്ല. എലീജയുടെ ചെറുമകളായിപ്പോയി എന്ന ഒറ്റ കാരണത്താലാണ് ഇന്നലെ ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് അവൾ തല്ലുവാങ്ങാതെ രക്ഷപ്പെട്ടത്. ആ കാര്യം ഡസ്റ്റിൻ എലീജയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഡോക്ടർ എലിജോ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഡസ്റ്റിൻ നമ്മുടെ ബോൺ ക്ലീൻസിങ് പില്ലുണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങി. 3 എണ്ണമാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത്. അതിൽ ഒരെണ്ണം എവിടെയുണ്ടെന്ന് ഇപ്പം ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. ഏതാത്? ഡസ്റ്റിൻ എഴുതിയ ആ അപൂർവ സസ്യങ്ങളിൽ ഒന്ന് ഡ്രാഗൺ ബ്ലഡ് ജെൻസിംഗിലെ. അത് ഇവിടെ ടോർബി കുടുംബത്തിലുണ്ടെന്ന് ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ടോർബി കുടുംബത്തിലെ മിസ്റ്റർ ടോർബിക്ക് എന്തു ചില അസുഖങ്ങളുണ്ട്. ആ അസുഖം ചികിത്സിക്കാൻ വേണ്ടി അവർ ശേഖരിച്ചു വച്ചിരിക്കുന്നതാണ് ഈ ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ്. ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ് എന്ന അപൂർവ ഇനത്തിലുള്ള ഒരു ചെടി സ്റ്റോണിയിലെ ആ സതേൺ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമായ ടോർബി കുടുംബത്തിൽ ഉണ്ടെന്നുള്ള വിവരം ശരിക്കും ഒരു പുതിയ അറിവ് തന്നെയാണ്. ഡസ്റ്റിനോട് ടോർബി കുടുംബത്തിൽ ആ ജിൻസിംഗ് ഉള്ള കാര്യം പറഞ്ഞതിന് ശേഷം എലിജോ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ അവിടെ നിന്ന് എങ്ങനെ സംഘടിപ്പിക്കും? ഡോക്ടർ എലിജോ, ഞാൻ എന്തായാലും ഒരു മാർഗം കണ്ടുപിടിക്കുക. അങ്ങനെ ഡസ്റ്റിനും എലിജോയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാർലോസും റോസലിനും അങ്ങോട്ട് കടന്നു വന്നത്. ഡസ്റ്റിൻ, ഇന്നലെ ഡസ്റ്റിൻ്റെ ആ പെർഫോമൻസ് ശരിക്കും അസലായി കേട്ടോ. സത്യത്തിൽ എന്ത് വേഗത്തിലാണ് ഡസ്റ്റിൻ ആ കടങ്കഥകൾക്ക് ഉത്തരം പറഞ്ഞത്? കാർലോസ്, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ പണ്ട് വായിക്കുമായിരുന്നു. ആ ഓർമ്മ എൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ആ കടങ്കഥകൾക്ക് ഉത്തരം പറയാൻ പറ്റിയത്. റോസലിന് അവളുടെ തോൽവി ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അവള് ഡസ്റ്റിനോട് ഒന്നും പറയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് കാർലോസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് കേട്ടു. ഡസ്റ്റിനെ ആരോ ആക്രമിച്ചെന്നൊക്കെ കേട്ടു. കാർലോസിന്റെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ കാർലോസിനോട് ചോദിച്ചു, അല്ല കാർലോസ് അതെങ്ങനെ അറിഞ്ഞ്? ഡസ്റ്റിനെ പെട്ടെന്നുള്ള ആ ചോദ്യം കാർലോസിൽ ഒരു ഞെട്ടലുണ്ടാക്കിയത് കൃത്യമായി ഡസ്റ്റിൻ നോട്ട് ചെയ്തു. ആരാണ് ആ ഗുണ്ടകളെ അയച്ചത് എന്നതിന്റെ ഉത്തരം ആ ഗുണ്ടകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നിമിഷത്തിൽ ഡസ്റ്റിന് ഗുണ്ടകളെ അയച്ച വ്യക്തി ആരാണെന്ന് വ്യക്തമായി മനസ്സിലായിരിക്കുകയാണ്. കാർലോസ് ആണ് ആ ചിത്രം പിടിച്ചെടുക്കാനായി ഗുണ്ടകൾക്ക് പണം കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായിട്ടും ആ ഭാവം കാണിക്കാതെ ഡസ്റ്റിൻ കാർലോസിനോട് ചോദിച്ചു, എവിടെ ആ ചെടികൾ? ഡസ്റ്റിൻ, ഞാനത് സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർലോസ് പറഞ്ഞ ആ നിമിഷത്തിൽ ഡസ്റ്റിന്റെ ഫോണിൽ ഒരു കോള് വന്നു. ലാനിയാണ് കോളിൽ. സെബാസ്റ്റ്യൻ ഡസ്റ്റിൻ റൈസിന് വെയിറ്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ടെന്നാണ് ലാനി റിപ്പോർട്ട് ചെയ്തത്. അത് കേട്ടതും ഡസ്റ്റിൻ ലാനിയോട് പറഞ്ഞു, ഓക്കെ, ടോട്ടോയ്സ് റെസ്റ്റോറൻ്റ് അല്ലേ, ഞാൻ അവിടെ എത്തിക്കോളാം. 1 മണിക്കൂറിനകം ഞാൻ എത്താം. മിസ് സെബാസ്റ്റ്യനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ഫോൺ കട്ട് ചെയ്തു. സെബാസ്റ്റ്യൻ എന്നും ടോട്ടോയ്സ് റെസ്റ്റോറൻ്റ് എന്നൊക്കെ ഡസ്റ്റിൻ പറയുന്നത് കാർലോസും കേട്ടു. കാർലോസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്താ സംഭവം? സെബാസ്റ്റ്യനെ കാണുന്നത് എന്തിനാ? കാർലോസ്, ആ സെബാസ്റ്റ്യനും ഞാനും തമ്മിൽ ഒരു ബിസിനസ് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സെബാസ്റ്റ്യൻ സ്റ്റാറ്റ്ഫോർഡ് തലേദിവസം അവിടെ ഹീൽവെൽ ക്ലിനിക്കിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഡസ്റ്റിനാണ് ആ പ്രശ്നത്തിൽ നിന്ന് ഹീൽവെൽ ക്ലിനിക്കിനെ രക്ഷിച്ചത്. അതേ സെബാസ്റ്റ്യൻ $20 മില്യൺ ഡസ്റ്റിന്റെ മരുന്നിന്റെ ഫോർമുലയ്ക്കായി നൽകാമെന്ന് പറഞ്ഞത് കാർലോസിന്റെ മുന്നിൽ വെച്ചാണ്. ആ സെബാസ്റ്റ്യനുമായിട്ടാണ് ഡസ്റ്റിൻ ഇതാ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. അത് മനസ്സിലുള്ള കാർലോസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ആ സെബാസ്റ്റ്യൻ ആൾ പ്രശ്നക്കാരനാണ്. അവരെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തും സംഭവിക്കും. ഡസ്റ്റിൻ ഒരു കാര്യം ചെയ്യും,
ഡസിന്റെ ആ കുറിപ്പടി എഴുതി എനിക്ക് താ, ഞാനിവിടെ സൂക്ഷിച്ചു വെക്കാം. ഡസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആ കുറിപ്പടി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് അവരോട് വിലപേശാൻ പറ്റും. ഞാൻ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് പേനയും പേപ്പറും എടുക്കാനായി അയാൾ ക്ലിനിക്കിലേക്ക് ഇറങ്ങി. അയാൾ ക്ലിനിക്കിൽ പോയി പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഡസൻ അവിടുന്ന് മുങ്ങിയിരുന്നു. ഡസൻ അവിടുന്ന് പൊങ്ങിയത് ടോട്ടോയിസ് റെസ്റ്റോറന്റിന് സമീപത്താണ്. അവിടെ വാഹനം നിർത്തി ഡസൻ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടന്നു വരുമ്പോൾ റെസ്റ്റോറന്റിന്റെ രണ്ടാമത്തെ നിലയിലിരിക്കുന്ന സെബാസ്റ്റ്യൻ ദൂരെ നിന്നേ ഡസനെ കണ്ടു. സെബാസ്റ്റ്യൻ അയാളുടെ അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇവൻ ശരിക്കും ധൈര്യമുള്ളവനാണല്ലോ, അവൻ ഒറ്റയ്ക്കാണ് വരുന്നത്, അവൻ കടന്നു വരുന്നത് സിംഹത്തിന്റെ മടയിലേക്കാണെന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. അങ്ങനെ സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴെ ലാനിന്റെ അടുത്ത് ഡസൻ എത്തി. ലാനി ഡസനോട് പറഞ്ഞു, ഡസൻ, നീ കടന്നു വരുന്നത് സിംഹത്തിന്റെ മടയിലേക്കാണെന്നുള്ള കാര്യം മറക്കരുത്. അത് കേട്ടതും ഡസൻ പറഞ്ഞു, ഇവിടെ ഒരു മടയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. പിന്നെ ആട്ടിൻകൂട്ടത്തിനിടയിലേക്ക് സിംഹം കടന്നു വരുന്നതാണോ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ആട് കടന്നു വരുന്നതാണെന്നൊക്കെ അല്പം കഴിയുമ്പോൾ അറിയാലോ. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ പടിക്കെട്ടിൽ കയറി മുകളിലേക്ക് നടന്നു. ഡസൻ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാതെ ലാനിങ് അങ്ങനെ നിൽക്കുകയാണ്. സിംഹത്തിന്റെ ഗുഹയിലേക്ക് ആട് കടന്നു ചെല്ലുന്നതാണോ അതോ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലേക്ക് സിംഹം കടന്നു വരുന്നതാണോ? ഏതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? ഡസൻ പറഞ്ഞ വാചകം വീണ്ടും വീണ്ടും ലാനി മനസ്സിലിട്ടൊന്ന് കൂട്ടി നോക്കുകയാണ്. അങ്ങനെ അയാൾ കൂട്ടി നോക്കുമ്പോഴേക്കും ഡസൻ റൈസ് റെസ്റ്റോറന്റിന് ഉള്ളിൽ കയറി കഴിഞ്ഞു. ആ റെസ്റ്റോറന്റിനകത്ത് അനവധി ആളുകളുണ്ട്, പല ടേബിളുകളായിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. ഡസൻ റെസ്റ്റോറന്റിലേക്ക് കയറിയപ്പോൾ തന്നെ ആ ഹാൾ ഒന്ന് വീക്ഷിച്ചു. ദൂരെ ഒരു ടേബിളിനടുത്ത് സെബാസ്റ്റ്യൻ ഇരിക്കുന്നത് ഡസൻ കണ്ടു. ഡസൻ നടന്നു വന്ന് സെബാസ്റ്റ്യന് എതിരെയുള്ള കസേരയിലിരുന്നു. മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ താമസിച്ചില്ലല്ലോ? ഇല്ല മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ നിങ്ങളോട് ഒരു ബിസിനസ് സംസാരിക്കാമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ആ ജാ ഡ്യൂ ഓയിൻമെന്റ് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിന്റെ ഫോർമുല നിങ്ങൾക്ക് തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. മിസ്റ്റർ ഡസൻ, നിങ്ങൾ പറയണം, എന്താ കണ്ടീഷൻ? എനിക്ക് പണമൊന്നും വേണ്ട, പക്ഷേ എനിക്കൊരു സാധനങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ചു തരണം. കുറെ ചെടികളാ അതുള്ള സിമ്പിൾ അല്ലേ, ലിസ്റ്റ് ഉണ്ടോ? സെബാസ്റ്റ്യന് ഡസൻ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായി. ഡസൻ തയ്യാറാക്കി കൊണ്ടുവന്ന ലിസ്റ്റ് നേരെ സെബാസ്റ്റ്യന് മുന്നിൽ വെച്ചു. ആ ലിസ്റ്റിലൂടെ കടന്നുപോയ സെബാസ്റ്റ്യന്റെ മുഖം പെട്ടെന്ന് അങ്ങ് കറക്കുകയാണ്. അപൂർവങ്ങളായ ഒത്തിരിയേറെ ചെടികളുടെ പേരുകളാണ് ഡസൻ റൈസ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിനകത്തുള്ള 3 സാധനങ്ങൾ ബോൺ ക്ലെൻസിങ് പില്ല് ഉണ്ടാക്കാൻ ഡസന് വേണ്ടതുമാണ്. അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് വേറെ കുറെ ചെടികളുടെ പേരുകൾ ഡസൻ അവിടെ എഴുതിയത്. ആ ലിസ്റ്റ് വായിച്ച് സെബാസ്റ്റ്യൻ പെട്ടെന്ന് ആ ലിസ്റ്റ് ഡസൻ നേരെ വലിച്ചെറിയാണ്. മിസ്റ്റർ ഡസൻ, ഇതൊന്നും പറ്റത്തില്ല. സെബാസ്റ്റ്യൻ, എന്താ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഈ ലിസ്റ്റിലെ ചെടികൾ എല്ലാം അപൂർവങ്ങളാണ്. അവ ഓരോന്ന് സംഘടിപ്പിക്കാനും ഈ ഓയിൻമെന്റിന് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അതേ പണമാവുമല്ലോ. ഡസന് ഏകദേശം 100ഓളം ചെടികളുടെ പേരുകളാ അവിടെ കുറിച്ചിരിക്കുന്നത്. ആ ലിസ്റ്റ് അനുസരിച്ച് ചെടികൾ കളക്ട് ചെയ്യാൻ സ്റ്റാറ്റ്ഫോർഡ് ഫാമിലി സമ്മതിച്ചാൽ സ്റ്റാറ്റ്ഫോർഡിന്റെ കയ്യിൽ നിന്ന് പണം ഒരുപാട് ഇറങ്ങുമെന്ന് അർത്ഥം. ഡസൻ ആ ലിസ്റ്റിലേക്ക് നോക്കിയിട്ട് സെബാസ്റ്റ്യനോട് പറഞ്ഞു, മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ ഇതിൽ നിന്ന് വേണമെങ്കിൽ കുറെ ഐറ്റങ്ങൾ ഒഴിവാക്കാം, ഒരു 20 എണ്ണം എനിക്ക് തന്നാൽ മതി. ഡസൻ, അതൊന്നും പറ്റത്തില്ല, കൂടിയാൽ 1 എണ്ണം, അത് വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. സെബാസ്റ്റ്യൻ, നിങ്ങൾ എന്താ പറയുന്നത്? 1 എണ്ണത്തിന് വേണ്ടി ഞാൻ എന്റെ ഓയിൻമെന്റിന്റെ ഫോർമുല തരണമെന്നാണോ? അത് നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ആ പേപ്പർ ചുരുട്ടി അയാളുടെ പോക്കറ്റിലിട്ടിട്ട് അവിടെ നിന്ന് എണീറ്റു. ഡസൻ എണീറ്റതും സെബാസ്റ്റ്യൻ ഡസനോട് പറഞ്ഞു, മിസ്റ്റർ ഡസൻ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. പക്ഷേ ഇവിടെ നിന്ന് മടങ്ങി പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ അനുവാദം വേണ്ടിവരും. അങ്ങനെ സെബാസ്റ്റ്യൻ പറഞ്ഞതും ആ റെസ്റ്റോറന്റിൽ വിവിധ ടേബിളുകൾക്ക് ചുറ്റുമായി ഇരിക്കുന്ന ആളുകൾ ഒന്നടങ്കം എണീറ്റു എന്ന് മാത്രമല്ല, ടേബിളുകൾക്കടിയിൽ അവർ ഒട്ടിച്ചു വെച്ചിരുന്ന ആയുധങ്ങളും അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. സെബാസ്റ്റ്യന്റെ ആളുകളാണ് ആ റെസ്റ്റോറന്റിന്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും. അക്കാര്യം പകൽ പോലെ ഇപ്പൊ വ്യക്തമാണ്. ഏകദേശം ഒരു 60ഓളം ആളുകളെങ്കിലും വരും. ഈ സമയത്ത് അകത്തേക്ക് കടന്നു വന്ന ലാനി സെബാസ്റ്റ്യനോട് പറഞ്ഞു, മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഇവന് അടിയും തടയൊക്കെ വശമുണ്ട്. ലാനി, അതൊന്നും വലിയ കാര്യമില്ല. ഈ 60 ആളുകളെ അടിച്ചിട്ടിട്ട് ഇവൻ എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ സെബാസ്റ്റ്യൻ പറഞ്ഞ ആ നിമിഷത്തിലാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഒരു സുന്ദരി അകത്തേക്ക് വന്നത്. അവൾക്കൊപ്പം 3-4 ആളുകളുമുണ്ട്. ആ സുന്ദരിയെ കണ്ട സെബാസ്റ്റ്യൻ ഒന്ന് നടുങ്ങിയെന്ന് പറയാം. മിസ് ഇസബല്ല, നിങ്ങളിവിടെ? അങ്ങനെ സെബാസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും ഇസബല്ല ടോർബി സെബാസ്റ്റ്യനെ അടുത്തെത്തിയ ഇസബല്ല കൈ നിവർത്തി ഒരൊറ്റയാടി. സെബാസ്റ്റ്യന്റെ കവളിൽ ഇസബല്ല ആഞ്ഞടിച്ചുകൊണ്ട് സെബാസ്റ്റ്യനോടായി ഇസബല്ല ചോദിച്ചു, സെബാസ്റ്റ്യൻ, ഇത് എന്റെ സുഹൃത്താണ്. എന്റെ സുഹൃത്തിനോട് പിടിച്ചു നിർത്താൻ ആരാ നിങ്ങൾക്ക് അധികാരം നൽകിയത്? ടോർബി കുടുംബം സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തെക്കാൾ
മേലെ നിൽക്കുന്ന കുടുംബമാണ്. ആ ടോർബി കുടുംബത്തിലെ ദ ഓൺ ആൻഡ് ഓൺലി ഇസബെല്ല ടോർബിയാണ് സെബാസ്റ്റ്യനോട് ആ ചോദ്യം ചോദിച്ചത്. സെബാസ്റ്റ്യൻ അമ്പരപ്പോടെ ഇസബെല്ലെ നോക്കി ഇസബെല്ലോട് ചോദിച്ചു, മിസ് ഇസബെല്ല, താങ്കൾ പറയുന്നത്? ഏയ് സെബാസ്റ്റ്യൻ, ഇത് ഡസ്റ്റിൻ എന്റെ സുഹൃത്താണ്. ഇദ്ദേഹത്തെ ഈ ശൈലിയിൽ നിങ്ങളോട് വളഞ്ഞു നിർത്തിയത് ഒട്ടും ശരിയായില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മേലാൽ ഇത് ആവർത്തിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഇസബെല്ല ഡസ്റ്റിൻ റൈസിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസബെല്ല ടോർബി ഡസ്റ്റിൻ കയറിയ റെസ്റ്റോറന്റിന് നേരെ എതിർഭാഗത്ത് ഒരു വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ഡസ്റ്റിൻ റൈസ് ആ റെസ്റ്റോറന്റിന് നേരെ നടക്കുന്ന കണ്ടത്. അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഡസ്റ്റിനെ അവൾക്ക് ശരിക്കും നല്ല ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഡസ്റ്റിനെ റോഡിന്റെ മറുഭാഗത്ത് കണ്ടപ്പോ ഇസബെല്ല ശരിക്കും അമ്പരന്നു എന്ന് പറയാം. ഇസബെല്ല കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡസ്റ്റിൻ റൈസ് കയറി ചെല്ലുന്ന ആ റെസ്റ്റോറന്റ് നോക്കിയപ്പോ ഇസബെല്ലയുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന ആളുകളാണ് ആ റെസ്റ്റോറന്റ് സെബാസ്റ്റ്യൻ കൈകാര്യം ചെയ്യുന്ന ഒന്നാണെന്ന് സൂചിപ്പിച്ചത്. സെബാസ്റ്റ്യൻ സ്റ്റാറ്റ്ഫോർഡ് ഒരു കുഴപ്പം പിടിച്ച വ്യക്തിയാണെന്നുള്ള കാര്യം ഇസബെല്ലയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് വേഗം അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ആ റെസ്റ്റോറന്റിലേക്ക് വന്നത്. ഡസ്റ്റിനുമായി താഴെ എത്തി ഇസബെല്ല ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ് ഡിവൈൻ ഡോക്ടർ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ഡസ്റ്റിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഏതാനും മിനിറ്റുകൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്ത അതിശയത്തോടാണ് ഡസ്റ്റിൻ കണ്ടത്. പെട്ടെന്നാണ് ഡസ്റ്റിന് ഒരു ഐഡിയ തോന്നിയത്. ഡസ്റ്റിൻ ഇസബെല്ലയോട് പറഞ്ഞു, ഇസബെല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ചികിത്സിക്കാനായി ഒരു മരുന്ന് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ആ മരുന്നിൽ ചേർക്കാൻ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. ഞാൻ അന്വേഷിച്ചപ്പോ അതിൽ ഒരു സാധനം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് അറിഞ്ഞു. അതെനിക്ക് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായനെ. ഹേയ് ഡോക്ടർ, എന്തൊരു ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? അത് ഏത് സാധനമാണെന്ന് പറയൂ. ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായി അത് നിങ്ങൾക്ക് എടുത്തുതരാം. ഹേയ് ഇസബെല്ല, സത്യമാണോ? മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ എന്തിനെ കള്ളം പറയണം? നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പറയൂ. ഇസബെല്ല, അത് ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ് എന്ന അപൂർവ ഇനത്തിലുള്ള ഒരു ചെടിയാണ്. യഥാർത്ഥത്തിൽ ആ ചെടിയുടെ വേരാണ് എനിക്ക് വേണ്ടത്. ജിൻസിംഗ് വേരുകൾ മിക്കവാറും എല്ലാ മരുന്നുകളുടെയും അവിഭാജ്യ ഘടകമാണ്. ഒത്തിരിയേറെ ജിൻസിങ്ങുകളുണ്ട്. അതിൽ ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ് ആണ് ഡസ്റ്റിൻ റൈസിന് വേണ്ടത്. അത് കേട്ടതും ഇസബെല്ല ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ബാ, എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് എടുത്തു തരാം. ഡസ്റ്റിൻ റൈസിനെയും കൊണ്ട് ഇസബെല്ല നേരെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ഇസബെല്ലയുമായി ഡസ്റ്റിൻ റൈസ് ടോർബി ഭവനത്തിന്റെ ആ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ കോമ്പൗണ്ടിനകത്ത് ഡസ്റ്റിൻ കാണുന്നത്. മിസ്ബർഗിൽ നിന്നും കണ്ട വസതികൾ ഒന്നുമല്ല എന്ന് വിളിച്ചു പറയുന്ന മനോഹരമായ ഒരു കൊട്ടാരത്തിലേക്കാണ് ഡസ്റ്റിൻ റൈസ് ഇസബെല്ലയ്ക്ക് ഒപ്പം എത്തിയത്. ശരിക്കും ടോർബി കുടുംബം ആഠ്യത്വത്തിന്റെ അവസാന വാക്കുകളിൽ ഒന്ന് തന്നെയാണ്. അതിമനോഹരമായ ഒരു കൊട്ടാരം, വളരെ വിശാലമായ പൂന്തോട്ടം, വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടിനകത്ത് അനവധി ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളുമായി നിറഞ്ഞു നിൽക്കുകയാണ് ആ ടോർബി കുടുംബത്തിന്റെ ആ ആസ്ഥാന മന്ദിരം. അവിടെ പൂന്തോട്ടത്തിലൂടെ ഡസ്റ്റിനെ ഒരു പ്ലേസിൽ കൊണ്ടിരുത്തിയിട്ട് ഇസബെല്ല ഒരാളെ വിളിച്ചു. ആ ആൾക്ക് ഇസബെല്ല എന്തോ നിർദ്ദേശം കൊടുത്തതും അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരാൾ അവിടെ എത്തി. ആ ആളെ കണ്ടതും ഇസബെല്ല അയാളോട് പറഞ്ഞു, ഏയ് നമ്മളെ ഇവിടെ ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ് ഉണ്ടോ? മിസ് ഇസബെല്ല, ഉറപ്പായും ഉണ്ട്. ഹേയ്, ഇതെന്റെ സുഹൃത്താണ്, എന്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഞാൻ ആ ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. അതൊന്ന് എടുത്തോണ്ട് വരാവോ? മിസ് ഇസബെല്ല, അത് ഏയ് എന്താ അതൊന്നും പറയുന്നത്? പോയി എടുത്തോണ്ട് വാ. അല്ല, അത് ഇവിടുത്തെ ഗ്രാൻഡ് ഫാദറിന്റെ അസുഖത്തിന്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ പോയി അത് എടുത്തോണ്ട് വാ. ഇസബെല്ല ചൂടായി പറഞ്ഞതും ആ മനുഷ്യൻ അതിവേഗം അകത്തേക്ക് പോയി. ഇസബെല്ലയും ഡസ്റ്റിൻ റൈസും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞതും ഇസബെല്ലയുടെ തൊട്ടുപുറകിൽ നിന്ന് ഒരു ശബ്ദം. ഏയ് മോളെ ഇസബെല്ല. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഇസബെല്ല കാണുന്നത് അവളുടെ അമ്മയാണ്. ഏകദേശം ഒരു 45 വയസ്സോളം പ്രായമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് ഇസബെല്ലയുടെ അടുത്തേക്ക് വന്നത്. ഇസബെല്ലയ്ക്ക് ആ കുടുംബത്തിൽ ആകെ ഭയമുള്ളത് അവളുടെ അമ്മയാണ്. അവളുടെ അമ്മയുടെ തൊട്ടുപുറകിലായി അവൾ നേരത്തെ ആ ഡ്രാഗൺ ബ്ലഡ് ജിൻസിംഗ് എന്ന അപൂർവ ഇനത്തിലുള്ള ആ ചെടി എടുത്തുകൊണ്ടുവരാനായി വിട്ട ആൾ നിൽപ്പുണ്ട്. അയാൾ ഇസബെല്ലയുടെ അമ്മയുമായി അവിടെ എത്തിയിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.